കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. Bigg Boss! Namaskaram everybody. Welcome to the Double Standard podcast. ഇനിയൊന്ന് മാറ്റിക്കൊണയ്ക്കാം. Exactly. So, first of all, thank you so much for accepting, supporting, loving, hating and ridiculing our first two episodes. എനിക്ക് തോന്നുന്നു കുറെ ലവും ഹേറ്റും ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും കൃതജ്ഞരായി. Oh my god, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. സോറി, മലയാളത്തിൽ പറയണം. ഫേക്ക് ഇംഗ്ലീഷ് ആണ് പറയുന്നത്. I mean, born with this. നിങ്ങളെല്ലാവരും ജനിച്ചത് കേരളത്തിലല്ലേ? സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ടു എപ്പിസോഡ്സിന് ശേഷം ബിഗ് ബോസിൽ വളരെയധികം സംഭവ വികാസങ്ങൾ നടന്നു. സോ അതിനെക്കുറിച്ചിട്ട് ലെറ്റ്സ് ഡിസ്കസ് ഇൻ ദിസ് എപ്പിസോഡ്. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് അവർ കോൺവെർസേഷൻ ഐ വുഡ് ലവ് ടു ഇൻട്രൊഡ്യൂസ് എവറിബഡി. ദേ വിൽ ഇൻട്രൊഡ്യൂസ് ദംസെൽസ് സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു മെൻഷൻ ദം ബൈ സേയിങ് ഗ്രീൻ ടീഷർട്ട് ഇട്ട ചെക്കൻ അല്ലെങ്കിൽ വെള്ള ടീഷർട്ട് ഇട്ട തള്ള. അതുകൊണ്ട് എല്ലാവരും അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളും. സോ ഐ തിങ്ക് പ്ലീസ്. Yes, green t-shirt guy, yours truly, Kevin Alexander. Yeah, and this is again Riya Salam bitches. ഐ എം ശ്രീലക്ഷ്മി. നിങ്ങളുടെ വൈറ്റ് ടീഷർട്ട് ഇട്ട തള്ളയും 90s അമ്മായിയും എല്ലാം ഞാൻ തന്നെയാണ്. വളരെ പ്രായം കുറഞ്ഞൊരു തള്ളയാണ് ഞാൻ. എൻ്റെ പേര് അരുന്ധതി ആർ. I am Sachin Rajiv. Perfect. And हम क्या करने वाले हैं आज? ഓൺ ദാറ്റ് നോട്ട് അഗൈൻ നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടസ്റ്റൻസിനെ പറയുമ്പോൾ അപ്സരേനെയും ശ്രീരേഖനെയും വൺ ഓഫ് ദ വെരി സ്ട്രോങ് കണ്ടസ്റ്റൻസ് ദെയർ റൈറ്റ് നൗ വി ഡിഡ് നോട്ട് മെൻഷൻ അബൌട്ട് ദം. സോ ദാറ്റ് വാസ് ആക്ച്വലി സ്ട്രാറ്റജിക്. നിങ്ങൾ വീണു. So we are actually glad that you all noticed that we did not mention about them. So actually watch the video till the end to see what is our take on them. നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഇടാതിരുന്നാണെന്നാണ് വാദം. നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അറിയാതിരുന്നതെന്ന് ലാസ്റ്റ് കാണുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി. ഇന്ന് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് എന്താ? Comments. Let's to react to the love and hate we got. ഓക്കെ, നമുക്ക് കുറേ കോമന്റ്സ് കിട്ടി, കുറേ സ്നേഹം കിട്ടി, കുറെ കുറെ ദേഷ്യം ഹെയ്റ്റ് കിട്ടി, നമുക്ക് കുറെ പുച്ഛം കിട്ടി, കുറെ പുച്ഛം വെറുപ്പും തെറിയും എല്ലാം കിട്ടി. കിട്ടി. തെറി കിട്ടി കുറെ അല്ലേ? നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാവരും തികഞ്ഞവരാണോ, ഞങ്ങളെല്ലാവരും പെർഫെക്റ്റ് ആണോ? അങ്ങനെയാണ് നിങ്ങളൊക്കെ കൊണ്ട് ബിഗ് ബോസ് ഇട്ടുള്ള നീയൊക്കെ മലത്തും ഇതൊക്കെയാണ്. ചിലപ്പോൾ മലത്തും വരാം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസ് കൊണ്ടുപോയാൽ ഇതിനപ്പുറം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും. ഇങ്ങനെ പറഞ്ഞ് ആർക്കെങ്കിലും കോള് എന്ന് പറഞ്ഞ് വിളിക്കില്ല കേട്ടോ. So yeah, I think let's react to the comments. Yeah, you can start. Okay, so I think we'll react to one good comment that we got and one hate comment that we got each. Okay, think I'll start. At Wiki Island says, Kevin, your point is clear. Arundhati and that red t-shirt guy were they last tarkikinu just like blah blah blah. Blah blah blah. Are you guys Who's red t-shirt guy? Maybe the brown outfit guy. So നമ്മളാണ് blah blah blah. Yeah, you guys. Red t-shirt guy. It's me. brown, For Christ's it's sake, you. yeah, it's me. It's either him or it's color blindness, which is fine. Hello, don't hate on my fan, please. ഹലോ, കെവിന്റെ ഫാൻസിനെ തുളയ്ക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. Now moving on to the hate comment. The boy in green hoodie repeatedly says, fuck, it's like some cool thing. Laugh emoji. So immature. To that somebody else replied, defense mechanism, dude. He has a well-camouflaged, deep-rooted inferiority complex. Yeah, now pay for my therapy, bitch. Okay, that was harsh, but okay. I don't give a shit. I'm gonna say fuck. The first comment, I think I should read this. I truly don't understand what make this individuals happy by ridiculing others. I don't think there is any difference among them and Satyabama. Satyabama, yeah, okay. She ridicules individuals who is dark by depicting them as kaka. Here these individuals ridicules individuals as saying kunnavava.
മണ്ടൻ, കൊണയ്ക്കുക, അമ്മായി, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഐ മീൻ ഇവിടെ നമ്മൾ ബാക്കിയുള്ളവരെ മണ്ടനെന്നോ, അത് മണ്ടത്തരം ഒരാളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുമ്പോൾ മണ്ടനെന്ന് വിളിക്കും. ഇഫ് സംബഡി ഷോയിങ് സം സ്റ്റുപ്പിഡിറ്റി, അവരെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കും. And I think that's okay. That's okay because they are in that platform. They are showing something so stupid. It's okay to call them stupid, and we will. If you have a problem with it, deal with it. Yeah, two things, because they're doing it. One thing, they're doing it on national television. Second thing, we already gave you a disclaimer. Very unapologetic, highly judgmental. Your funeral. Yeah, and I said കുണുവാവ, and കുണുവാവ എന്ന് പറയുന്നത് ക്യൂട്ടിയുടെ ഒരു മലയാളം വേർഷനാണ്. അതെ, ഇറ്റ്സ് Exactly. അത് ഒരു അതിലേക്ക് നമുക്ക് വരാം. എസ്പെഷ്യലി സത്യഭാമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെയും അവരുടെ റേസോ കാസ്റ്റോ സെക്ഷുവാലിറ്റിയോ വെച്ചിട്ട് ഇവിടെ റെഡിക്യൂൾ ചെയ്യല്ല. ഒരു സീരിയസ് വിഷയത്തെ കമ്പയർ ചെയ്യാനേ പാടില്ല. കാരണം ദിസ് ഇസ് എ ഷോ. ദേ ആർ ഗോയിങ് ദേർ ടു ഷോ വാട്ട് ദേ ആർ. അപ്പോൾ വി ആർ ഹിയർ ടു ജഡ്ജ് ദം. And I feel like we judge them primarily on what they were doing in the game. അതാണ് ഗെയിമിൽ എന്താണ് അവർ കളിയുടെ കാണിക്കുന്നത്. ബേസിസിലേ നമ്മൾ ഇതുവരെ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫോ ഇതൊന്നും അതെ, അവർ പുറത്തെങ്ങനെയാണ് I feel പുറത്തിങ്ങനെയൊക്കെ like we've ചെയ്തു. given enough disclaimers to not discuss this further. Let's move on. Yeah. സെക്കൻഡ് കോമന്റ്, തുടക്കം മുതലേ നിലവാരമില്ലാത്ത പരിപാടിയാണ് ബിഗ് ബോസ്. ഇതിന്റെ ശല്യം കാരണം വീട്ടിൽ ലിവിംഗ് റൂമിലേക്ക് പോലും ആ സമയത്ത് പോകാറില്ല. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ ഇപ്പോൾ ലിവിംഗ് റൂമിൽ ഇത് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. അപ്പം യു ആർ സേയിങ് നിലവാരമില്ലാത്ത നിങ്ങളുടെ വീട്ടുകാരാണോ ഈ ഷോ കാണുന്നത്? അപ്പോൾ അവർക്ക് കുറച്ച് നിലവാരം ഉണ്ടാവാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ? ഐ തിങ്ക് ദിസ് എ തിങ് വിത്ത് എവറി മലയാളീസ്. ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ റെഡിക്യൂൾ ചെയ്യുന്നത് മലയാളികളുടെ സ്ഥിരം സ്വഭാവമാണ്, വിച്ച് ഐ പേഴ്സണലി കെയിം ടു നോ ഇൻ എ ലോട്ട് ഓഫ് സിറ്റുവേഷൻസ്. ഇവർ പറഞ്ഞിട്ട് ഇവരെല്ലാം ഗിൽറ്റി പ്ലഷറും ബിഗ് ബോസ് തന്നെയാണ്. ഈ കുറ്റം പറയുന്ന ആൾക്കാർ അവരിരുന്ന് ബിഗ് ബോസ് കാണും, പക്ഷെ ആരും അറിയില്ല. മനസ്സിലായില്ലേ? ദർ ഇസ് ആബ്സല്യൂട്ട്ലി there is no need to have any shame around watching Big Boss. Big Boss എന്ന് പറയുന്ന ഷോ for a lot of people is just a sort of entertainment, which is fine. For a lot of sort of people who want to learn കുറേ ആൾക്കാരുടെ personal behaviors, even a lot of psychologists are watching Big Boss because they want to learn human behavior. അല്ലെങ്കിൽ തന്നെ കുറേ ആൾക്കാർ പല ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ആൾക്കാർ ഒരു വീട്ടിൽ കൊണ്ടിടുമ്പോൾ അവരെന്തൊക്കെ കൂട്ടും എന്നുള്ളത് കാട്ടിക്കൂണി. ഓക്കെ, സോറി ഗായ്സ്, മലയാളം മീഡിയം, ഐ ഡോണ്ട് നോ മലയാളം. സോ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് കാണാൻ ചില ആൾക്കാർക്കൊരു സുഖമുണ്ടാവും. ആൻഡ് ഓൾസോ സോഷ്യൽ മെസ്സേജസ് കാണാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കാണുന്നതെന്ന് ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ കുറേ ആൾക്കാരിൽ നിന്ന് അവരെങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നു എന്ത് കണ്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ കിഡ്സ് ഹു ആർ ഗ്രോയിങ് അപ്പ്, അവർ കാണുകയാണ് ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളൊരു സ്റ്റാൻഡ് എടുക്കുന്നു. ദാറ്റ്സ് എ ലെസൺ ടു ലേൺ ആൻഡ് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് കൂൾ. സോ there is no need to have any shame around watching Big Boss. But if you have that, it's your opinion. You're entitled to it. Yeah, But we don't give a shit. exactly. Shri, please darling. മൈ സെക്കൻഡ് കമന്റ് ഇസ് വെരി സിമ്പിൾ ഗൈസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം എന്ന്. Eh? I think we were quite the opposite of that. That's it's sarcasm. Oh wow. Green t-shirt ഗായ്ക്ക് ബുദ്ധിയില്ല ഗൈസ്. ഞാൻ ആക്ച്വലി Intellectual ആയിട്ട് ഞാൻ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വായിച്ചപ്പോൾ ശരിക്കും സംബഡി ഫെൽറ്റ് ദാറ്റ് വി ആർ പൊളിറ്റിക്കലി കറക്റ്റ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കത്തിയത് സർക്കാസം ആണെന്ന്. ബട്ട് യാ, ഇഫ് യു തിങ്ക് ദാറ്റ് വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടൊന്നുമില്ല, നമ്മൾ വി ജസ്റ്റ് ഹിയർ ടു സേ അവർ ഒപ്പീനിയൻസ് ബ്ലേറ്റന്റ് ആസ് സച്ച്. യെപ്പ്. സോ കുറച്ചധികം ഹെയ്റ്റ് കമൻറ്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ ഇത് ഏതെടുക്കണമെന്ന് ഡൗട്ടായിരുന്നു. സോ ഏറ്റവും വലിയ നീളമുള്ള കമൻറ്റും ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വൈറ്റ് ടീഷർട്ട് തള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് കുരയ്ക്കാൻ പറയണം. റീൽസ് ഓർ ക്ലിപ്സ് കണ്ടിട്ട് വന്ന് പറയുന്നത് ശരിയല്ല. വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞ് റിയാസിനെ കോപ്പി അടിക്കാതെ റിയാസ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നോക്കൂ. അതുകൊണ്ടാണ് റിയാസിനെ ആളുകൾ ഓർക്കുന്നത്. പിന്നെ ഒരു ടൈം സ്റ്റാമ്പ് ഇട്ടിട്ടുണ്ട്. ആ തള്ള പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ റോങ് ആണ്. ഇവൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ. ഓക്കെ, എനിക്കറിയുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ താങ്കൾ നടക്കുന്ന പോഡ്കാസ്റ്റിൽ ഞാൻ വന്നിരുന്ന് കുരച്ചേനെ. ഞാനിവിടെ പോഡ്കാസ്റ്റ് വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ്. പിന്നെ റിയാസിനെ പോലെ സംസാരിക്കാൻ ഞാൻ റിയാസ് ഒരുപോലെ അല്ല. പിന്നെ റിയാസിനെ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ 2 വട്ടം പോയി എങ്ങനെ ഒരു ഒപ്പീനിയൻ പുറത്തേക്ക്
സംസാരിക്കണം, എങ്ങനെ അത് ഫ്രെയിം ചെയ്യണം എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു എക്സ്പേർട്ടിൻ്റെ സൈഡിൽ നിന്നാണ് അങ്ങനെ ഒരാളെ നിങ്ങൾ എന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിന്ന് ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിബേറ്റ്സ്, അല്ലാണ്ട് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അതിന് തൈ 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 എന്ന് പറഞ്ഞ് എനിക്ക് ശീലമില്ല. അതുകൊണ്ടാണ് അത് വളരെ അൺഫിൽറ്റേർഡ് ആയിട്ടും വളരെ പ്രൊഫഷണൽ അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നത് വേണമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ പേര് അരുന്ധതിയാണ്, തള്ളയല്ല. പിന്നെ നല്ല കോമെൻറ്റ് കഷ്ടപ്പെട്ടൊരെണ്ണം കിട്ടി. മൂൺചൈൽഡ് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ കമൻറ്റ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദ ഗേൾ ഇൻ വൈറ്റ് ടീ ലവ്ഡ് ഹെർ POV ആൻഡ് തോട്ട്സ്. താങ്ക് യു സോ മച്ച് മൂൺചൈൽഡ്. അത് സച്ചിനാണോ എനിക്ക് സംശയമുണ്ട്. മൂൺചൈൽഡ് അല്ല, ഓക്കെ, ആരാണെങ്കിലും മൂൺചൈൽഡ്. താങ്ക് യു. ഞാനല്ലോ. എനിക്ക് ആകെ 2 കമന്റ് എൻ്റെ പേരിൽ വന്നിട്ടുള്ളൂ. ഞാൻ വായിക്കാം. ആദ്യം ഉണ്ണിക്കുട്ടൻ, ഹൂവർ യു ആർ, ആ ബ്രൗൺ ഡ്രസ് ഇട്ട പുള്ളിയുടെ നെയിം അറിയില്ല, ബട്ട് പുള്ളി എല്ലാ കണ്ടസ്റ്റന്റിനെയും കുറിച്ച് പറഞ്ഞത് കറക്റ്റ്. അതിന് റിപ്ലൈ ഉണ്ട്, ഫാക്ട്. ഡബിൾ വാലിഡേഷൻ ഒക്കെ. ഇനി ഹെയ്റ്റ് കോമെന്റ്. എനിക്ക് ഒരു നല്ല കോമെന്റ്, ഒരു ഹെയ്റ്റ് കോമെന്റ് എനിക്ക് വന്നിട്ടുള്ളൂ. റൈറ്റ് സൈഡ് ഇരിക്കുന്നവൻ അടുത്ത വട്ടം വന്ന് മലത്തുന്നത് കാണണം. അവനെ കൊണ്ട് ഒരു ഉണ്ടയും ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ച നിൽക്കാനുള്ള സ്റ്റഫ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഗൈസ്. ഈ ഒരു കണ്ണു പറയുന്നുണ്ടല്ലേ, വലിയ ഉപകാരം. ഒരു പണി, നീയൊക്കെ കൂടി റെക്കമെൻഡ് ചെയ്ത് എന്നെ അടുത്ത പ്രാവശ്യം വിളിപ്പിക്കും, മരത്തിൽ കാണിച്ചു തരാം കേട്ടോ. കോപ്പ് അത് കൊള്ളാം. സ്പോട്ടിലായിരുന്നു, ഞാൻ പ്ലാൻ ചെയ്തല്ല കേട്ടത്. ആ കണ്ണീര് തുടച്ചിട്ട് പറയാൻ 120 പേജുള്ള ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നതാണ്. അത് ഇനി വരാനുള്ള സാധനത്തിലാണ്. ഇനി ഇപ്പൊ നമ്മളെല്ലാവരും നമുക്ക് പേഴ്സണലി നമ്മുടെ പേരിലൊക്കെ വന്ന 1-2 കമന്റ്സ് ആണ് വായിച്ചത്. ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നത് ജനറലി വന്നിരിക്കുന്ന ടോപ്പ് കമന്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ചിരിക്കണോ? ഇതൊക്കെ കണ്ട് ചിരിക്കുന്നവരുടെ നിലവാരം. പണ്ട് കവലയിലൊക്കെ ചുമ്മായിരുന്നു കുറ്റം പറയുന്ന അമ്മാവന്മാരുടെ പുതിയ ഓൺലൈൻ പരിപാടിയാണ് പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റിന് ഇത്രയും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇതാണ് സാധനം. ഇനി വേണോ? ഒരെണ്ണോടെ പിടിക്കാം നമുക്കെന്നാ. ഷോ എന്താണെന്ന് മനസ്സിലായ ശേഷം നിലവാരമുള്ള ഒരു മനുഷ്യനും ഈ ഷോയിൽ കണ്ടസ്റ്റന്റ് ആകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ പോഡ്കാസ്റ്റ് ചെയ്യുന്നവരുടെ നിലവാരമൊക്കെ തന്നെ കണ്ടസ്റ്റൻസിനും. അത് നമുക്ക് അഭിമാനിക്കാമെന്ന് തോന്നുന്നല്ലേ? സോറി, നോ. ഈ സീസണിൽ വെച്ചാണെങ്കിൽ ഇതിന് മുമ്പിലത്തേക്കാണെങ്കിൽ ഫൈൻ കിട്ടാം. അങ്ങനെയായല്ലേ? ഇതിന് മുമ്പിലത്തെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ സീസൺ 4 എന്ന് മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. Oh no, never. Okay, അപ്പോൾ which was your favorite season apart from 4? Season 1. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് season 4 ആണ്. Not because I was in it. I think season 4 was really good. I mean, കുറേ ആൾക്കാർക്ക് എൻ്റർടൈനിങ്, എല്ലാ പ്ലോട്ട്സും അതിലുണ്ടായിരുന്നു ടു വാച്ച്. ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ് വെർ റിയൽ, എക്സെപ്റ്റ് ഫ്യൂ assholes. മോസ്റ്റ് ഓഫ് ഇറ്റ് വെർ റിയൽ. ആൻഡ് season 1 was also my favorite. കാരണം season 1 നമ്മൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് എന്തായിരിക്കും, അവർ റിയലി വന്നാൽ എന്തായിരിക്കും, ആ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഷോ തുടങ്ങിയപ്പോൾ. അത് കുറേ ആൾക്കാർ കണ്ടു. ആൻഡ് ഓൾസോ ഗെയിമിനെ കുറിച്ച് കുറേ ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് അതിനെ പെർസീവ് ചെയ്യുക, ഇങ്ങനെ കളിച്ചാൽ ഇങ്ങനെ ആവാം എന്നുള്ള സാധനം ആർക്കും അറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് അവരെല്ലാം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെർ കൈൻഡ് ഓഫ് റിയൽ. കുറച്ചും കൂടി ഹൈ വാല്യൂ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു അന്ന്. സെലിബ്രിറ്റീസ്. അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആങ്കർ രഞ്ജനി ഹരിദാസ് വാസ് ദേർ, പൊലിവാണി വാസ് ദേർ. Inbuilt PR ഉണ്ടായിരുന്നു. They already had inbuilt PR because they were already famous. പക്ഷേ the best season according to Akhil Marar is season 5 because I think I should അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ആരും പോയിട്ട് season 4 ആണ് ബെസ്റ്റ് ബിക്കോസ് ബാക്കിയുള്ള ആൾക്കാർ തന്നെ എന്നൊന്നും ഒരു സീസണിലെയും ആൾക്കാർ വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഐ ഡോണ്ട് നോ വൈ Akhil Marar കീപ് ടെല്ലിങ് ദിസ് ഇൻ സോഷ്യൽ മീഡിയ. season 5 ആയിരുന്നു ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കി കൊടുത്ത സീസൺ എന്ന്. പക്ഷേ Akhil Marar is not understanding the point that season 4 അത്രയും സക്സസ് കാരണമാണ് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സ് season 5 വന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ഏറ്റവും കൂടുതൽ TRP ഉള്ള സീസൺ ആയിരുന്നില്ല season 5, that was season 4. So I don't know why he is doing this in social media to prove that he is superior. അല്ലെങ്കിൽ season 5 കുറേ lot of gem people are there. So they were kind of making like എന്താ സീസൺ എന്ന് ഇറങ്ങിയിട്ട് വൈരാഗ്യമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന season 5 മാത്രമാണെന്ന്.
യഥാർത്ഥത്തിൽ അവർ തമ്മിൽ എത്രമാത്രം കുത്തിത്തിരിപ്പുണ്ടെന്ന് ഐ നോ, ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പരസ്പരം എല്ലാവരും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് വി ആർ നോട്ട് റെഡി ടു ഡു ഇറ്റ് ബിക്കോസ് വി ആർ ആക്ച്വലി റിയൽ പീപ്പിൾ. സോ വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ് ഡ്രാമ ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ ടു പ്രൂവ് ദാറ്റ് വി ആർ ഗുഡ് പീപ്പിൾ. നോ, വി ആർ ബാഡ് പീപ്പിൾ ഫോർ യു ഡാർലിംഗ്, ഡീൽ വിത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച് തീർത്തത് ഞങ്ങളുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസ് ആണ് നമ്മൾ റിയാക്ട് ചെയ്തത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മേജർ സെഗ്മെൻറ്റ്, നമ്മുടെ സെഗ്മെൻറ്റ് നമ്പർ 2, ഡിസ്കഷൻ റൗണ്ട്, കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഈ കഴിഞ്ഞ ആഴ്ച ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു, ഒരു 4-5 സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പല പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. വീഡിയോ ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ എന്നെ ഓടിച്ചിട്ട് വീട്ടിൽ കൂടെ ട്രോൾ ചെയ്ത പോലെ റോക്കി വീടിനകത്തിട്ട് ഒരാളെ ഇടിക്കുന്നു. ജാസ്മിൻ ജാഫറിൻ്റെ വാപ്പ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നു. ജിൻഡോ പവർ ടീമിലേക്ക് കയറി പവർ കാണിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് 3-4 ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നടന്ന ഓർഡറിൽ തന്നെ നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡിസ്കഷൻ നമ്പർ 1, ജാസ്മിൻ ജാഫർ. ജാസ്മിനെ ഒരു ദിവസം കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു ഫാദറിന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ്, പിന്നെ കുറച്ച് നേരം മ്യൂട്ടഡാണ്. ആ ഫുട്ടേജ് മ്യൂട്ടഡ് ആണോ അതോ ഈ പറഞ്ഞ പോലെ ഒന്നും മിണ്ടാതിരുന്നാണോ എന്ന് കുറച്ച് അൺക്ലിയർ ആണ്. ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, റൂമിലേക്ക് കയറുന്നു. അടുത്ത ഷോട്ട് നമ്മൾ കാണുന്നത് ജാസ്മിനും ഗബ്രിയും കൂടി ഒരു ബെഡിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവർ പറയുകയാണ്, ഗബ്രിയാണ് ആദ്യം സംസാരിക്കുന്നത്. അതെ, ജാസ്മിൻ്റെ ഫാദറിന് പ്രശ്നമാണ്. അതാണ് എനിക്ക് അങ്ങനെ മനസ്സിലായത്. ജസ്റ്റ് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോക്കി അതിലെ നടന്നു വന്നു. ജാസ്മിൻ അയ്യോ റോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചാടി അപ്പുറത്ത് വീട്ടിലോട്ട് കയറുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡ്രാമ അവിടെ നടക്കുന്നു. നമുക്കിത് ആദ്യം കാണുമ്പോഴേ തന്നെ നമുക്ക് ഡൗട്ടാണ്, ഇത് റിയൽ ആണോ ഇത് ഫേക്ക് ആണോ എന്നുള്ളത് കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം ഇതിന് മുന്നേ ഇതിലും ഇത്രയും തന്നെ സിവിയർ അല്ലെങ്കിൽ ഇതിലും മേലെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഇതിന് മുന്നേ ഉണ്ടായിട്ട് ഇതേപോലെ വിളിക്കുകയും പുറത്ത് പോകേണ്ടി വരികയും, അപ്പോൾ മെഡിക്കൽ ആവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ സിജോ പോയ പോലെ മെഡിക്കൽ ആവശ്യത്തിന് പോയിട്ട് വരികയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദർ വാസ് സം കൈൻഡ് ഓഫ് സസ്പിഷൻ, ഒരു ചെറിയ ഒരു അപാകത അടിച്ചു എവിടെയോ എന്തോ. അപ്പോൾ നമുക്കത് ആദ്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഞാൻ എൻ്റെ പോയിന്റ് ഐ മേക്ക് ഇറ്റ് ലാസ്റ്റ്, ഞാൻ ലാസ്റ്റ് സംസാരിക്കാം. ഇതൊരു ഇൻട്രോ തന്ന പോലെ കരുതിയാൽ മതി. എന്നിട്ട് നമുക്ക് ഒരറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങാം. സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഐ ഫീൽ ലൈക്ക് ദിസ് ടൈം ബിഗ് ബോസ് ഇസ് ഇൻ്റർവീനിങ് ഇൻ ദ ഗെയിം വേ ടു മച്ച്. നോട്ട് ജസ്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ സിനാരിയോ, പക്ഷേ ഇൻ മെനി സിനാരിയോസ്. ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൺഫെഷൻ റൂമിലേക്ക് വരൂ, ഈവൻ വെൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് എലിവേറ്റഡ്. ഫോർ ഇൻസ്റ്റൻസ് ഈ സുരേഷിൻ്റെ കേസിൽ പിന്നെ എന്തെങ്കിലും ഒരു തല്ല് നടക്കുമ്പോഴത്തേക്കും അവിടെ വാ ഇവിടെ വാ ഇങ്ങനെ നിൽക്ക് അങ്ങനെ നിൽക്ക്. ഐ ഹാവ് നോട്ട് സീൻ ദാറ്റ്. ഞാൻ ആകെ സീസൺ 4 മുതൽ കണ്ടു തുടങ്ങിയതാണ്. ആൻഡ് ആ സീസൺ 4 മുതൽ കണ്ടു തുടങ്ങിയിട്ട് ഇത്രയും കൺട്രോളിങ് ഐ ഹാവ് നോട്ട് സീൻ. സോ ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ ഈ ഒരു കേസിൽ ജാസ്മിന് മാത്രം ഒരു വലിയൊരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയ പോലെ നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. കാരണം ഷീ ഗോട്ട് എ ഫീഡ്ബാക്ക് ഫ്രം ഔട്ട്സൈഡ് വിച്ച് ഇസ് ദ തിങ് ദാറ്റ് കൺട്രോൾസ് ദ ഗെയിം ഓൾ ടുഗെദർ. അപ്പോൾ ആ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് ഒരു വളരെ വൃത്തികെട്ട ഒരു അൺഫെയർ അഡ്വാൻറ്റേജാണ് ജാസ്മിന് കിട്ടിയേക്കുന്നത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി അൺഫെയർ ടു ദ റെസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസ്. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ് ഓൺ ദിസ്. Okay, so what I feel is ലോകത്തിൻ കഥ അറിയാതെ എന്നൊരു ടൈറ്റിൽ സോങ്ങും ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും തോന്നിവാസം ബിഗ് ബോസ് കാണിക്കുന്നത് ഇറ്റ്സ് വെരി അൺഫെയർ. കാരണം ലോകത്തിൻ കഥ അറിയാതെ എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ കഥ ഒരു കണ്ടസ്റ്റൻറ്റിന് മാത്രം അറിയിച്ചു കൊടുക്കണം. നമ്മൾ ആ കോൺവെർസേഷൻ കേട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്താണെന്നറിയില്ല. പക്ഷേ വി ട്രൂലി അണ്ടർസ്റ്റുഡ് അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളിൽ നിന്ന്, അതിപ്പോൾ ഉള്ളിൽ നടന്നതായാലും പുറത്ത് നടന്നതായാലും സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലായി സംതിങ് ഹാപ്പൻ. ലോകത്തിലെ കഥ ആക്ച്വലി ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ഗെയിം ഫുള്ള് തിരിച്ചിട്ടുണ്ട്, പ്ലാൻ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പുള്ള സീസൺസിൽ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഡൈഡ് ആൻഡ് ആ കോൺവെർസേഷൻസ് കൺഫെഷൻ റൂമിൽ ഇത് ഞാൻ ഐ എം ടെലിംഗ് വിത്ത് ഡിംപിൾസ് പെർമിഷൻ. ബിക്കോസ് ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ മീ ആൻഡ് ഡിംപിൾ ഹാഡ് എ കോൺവെർസേഷൻ അബൌട്ട് ദിസ്. ഞാൻ അതിൽ ഒരാളുടെ ഡാഡ് എന്ന് പോലും മെൻഷൻ ചെയ്യാഞ്ഞത് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ട്രിഗർ എനിബഡി. അവരുടെ ആ ട്രോമ വീണ്ടും റിലിവ് ചെയ്യണ്ടല്ലോ എന്ന് ആലോചിച്ച് ആ കൺസേണിൽ ഐ ഡിഡ്ന്റ് പുട്ട് എ സ്റ്റോറി മെൻഷനിങ് എനി ഡാഡ് ഓർ എനിത്തിങ്. പക്ഷേ ഡിംപിളിൻ്റെ ഫാദർ മരിച്ചപ്പോൾ കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തി ഡിംപിളിൻ്റെ സിസ്റ്റർ തിങ്കൾ ബാലുമായിട്ടുള്ള കോൺവെർസേഷൻസ് അവർ എയർ ചെയ്ത് ഡിംപിൾ ബാൽ അന്ന് കടന്നു പോയ ട്രോമ നിങ്ങൾ TRPന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്തു. സെയിം വേ ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദിസ്, ബട്ട് ഐ തിങ്ക് ഭാഗ്യലക്ഷ്മീസ്
I don't have permission for this, I'm not talking about this. Okay, so വേറൊരു കണ്ടസ്റ്റൻ്റെയും സെയിം തിങ് ഹാപ്പൻഡ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വിളിച്ചിരുത്തി കേൾക്കാമെങ്കിൽ ദെൻ നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യണം, മാനുഷികത എന്ന് പറയുന്നൊരു സാധനമുണ്ടെന്ന്. അപ്പം നിങ്ങളുടെ മാനുഷികത എവിടെ പോയി? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അപ്പം ഇതിവിടെ മാനുഷികത അല്ല, നിങ്ങൾക്ക് മറച്ചു വെക്കേണ്ട ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് വൈ യു ഡിഡ് ഇറ്റ്. അല്ലെങ്കിൽ എന്ത് ഇപ്പം ഒരു അച്ഛൻ്റെ മെഡിക്കൽ കണ്ടീഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഡെത്ത് കണ്ടീഷൻസ് കേൾപ്പിച്ച് TRP ഉണ്ടാക്കാമെങ്കിൽ ഒരാളുടെ മെഡിക്കൽ കണ്ടീഷൻ പറയുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ അത് ഉള്ളിരിക്കുന്ന ആൾ അറിയണം നിർബന്ധമുണ്ടായിരിക്കാം, ഉണ്ടാവട്ടെ. വൈൽ ഐ വാസ് ഇൻ ദ സീസൺ, എനിക്ക് എല്ലാ വീക്കും വീക്ക്ലി നമുക്ക് ക്ലോത്ത്സ് വരും വീക്കെൻഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള, അത് നമ്മളെ വീട്ടിൽ നിന്ന് അയക്കുന്നതായിരിക്കാം. എനിക്ക് ആദ്യത്തെ ഫ്യൂ വീക്സ് വരുന്നുണ്ടായിരുന്നില്ല. സോ ഐ വാസ് വെരി കൺസേൺ സംതിങ് ഇസ് റോങ് ഔട്ട് സൈഡ് ആൻഡ് ഐ വാസ് ഗോയിങ് എവറി സിംഗിൾ ക്യാമറസ് ആൻഡ് ആസ്കിങ് മൈ പാരൻസ് ആർ ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ദം, കെൻ യു ടോക്ക് ടു ദം, നിങ്ങൾ സംസാരിച്ചിട്ട് ലെറ്റ് മീ നോ. പക്ഷേ ദേ ഡിഡ്ന്റ് ഈവൻ ലെറ്റ് മീ നോ. ഇവിടെ ജാസ്മിൻ ഇസ് ഗെറ്റിംഗ് ടു നോ ഷെറ്റ് ആൻഡ് ജാസ്മിൻ ഇസ് ചേഞ്ചിങ് ദ ഹോൾ ഗെയിം വിച്ച് ഇസ് സോ അൺഫെയർ. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്നിരുന്ന് പറയാണ് ഗബ്രിയോട്, നമ്മളിനി ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കാൻ പാടില്ല, ഇതിങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. അത് കുറേ വ്ളോഗേഴ്സും കോൾ ഔട്ട് ചെയ്തായിരുന്നു. അത് വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡു യു തിങ്ക്? ചിലപ്പോൾ അവരിനി കോൾ ഔട്ട് ചെയ്ത് TRPക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ്സ് സോ അൺഫെയർ. ദിസ് ഇസ് നോട്ട് ഹൗ യു ഷുഡ് റൺ എ ഷോ. ആൻഡ് ദേ വിൽ ബി ലൈക്ക്, നമ്മൾ 6 വർഷമായിട്ട് ഷോ റൺ ചെയ്യാണ്, യു ഡോണ്ട് ടെൽ മീ വാട്ട് ടു ഡു. അതായിരിക്കാം, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ കൺസ്യൂമിങ് ഇറ്റ് വിത്ത് അവർ മണി ആൻഡ് വി ആസ്ക്. And it's so unfair of other contestants living in the house. Exactly. I think on that note, I would like to tell something to the creators of Bigg Boss. Don't fuck with your viewers. Exactly. Respect them. Like you genuine viewers. Yeah, genuine viewers ഉള്ളതുകൊണ്ടാണ് ഒരു ഷോ ലാസ്റ്റ് ആയി പോകുന്നത്. So respect them on a certain note. Like he couldn't have said it better. അവരുടെ മര്യാദയില്ലായിരുന്നു. എന്നിട്ട് ഇത്രയും കാണിച്ചിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെ നല്ല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് തോന്നി. കാരണം ജാസ്മിൻ്റെ ഫാദർ ആണെങ്കിൽ പോലും ഇന്റർവ്യൂവിൽ പറയാണ്, എൻ്റെ മോള് വിചാരിച്ചു ഒരു ലവ് സ്ട്രാറ്റജി കളിച്ചാൽ, അത് അവളെ ഏകദേശം പറഞ്ഞിട്ടുമാണ് പോയത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഒരു ലവ് സ്ട്രാറ്റജി കളിച്ചാൽ എല്ലാം വർക്ക് ആവുന്ന എൻ്റെ മോള് വിചാരിച്ചു, പക്ഷെ അത് ശരിയല്ലായിരുന്നു എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. സോ ദാറ്റ് കോൺവെർസേഷൻ ഹാപ്പൻ. സോ യു നോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ മെഡിക്കൽ കോൺവെർസേഷൻ ദാറ്റ് ഹാപ്പൻഡ്. ദിസ് കോൺവെർസേഷൻ ക്ലിയർലി ഹാപ്പൻഡ്. ഇതിന്റെ ട്രോൾ വീഡിയോ ഒന്ന്, അതായത് ജാസ്മിന്റെ അച്ഛൻ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു പറയുന്നു. അല്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കിത് ഇവര് ഇങ്ങനൊരു കോൺവെർസേഷൻ നടന്നു കൺഫേം ആയത്, ജാസ്മിൻ ഇങ്ങനെ കുറച്ച് സാഡായിട്ട് മറ്റേ ആ സ്കീയുടെ സെഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ പോയി അഗൈൻ സ്കീക്ക് പ്രൊമോഷൻ വാരുന്നുണ്ട്, തൂത്ത് വാരുന്നുണ്ട്. അപ്പൊ അവരുടെ ആ കൗച്ചിലിരുന്നിട്ട് ജാസ്മിൻ ഇങ്ങനെ ക്യാമറ നോക്കി പറയാണ്, ഇനി ഞാൻ വേറെ എവിടെ പോയിരിക്കും അത്ത, ഇപ്പം കണ്ട എല്ലാവരും എന്നെ ഹെയ്റ്റ് ചെയ്ത് തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ ഗബ്രിയുടെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റൂല അത്ത, ഞാൻ ഇനി എങ്ങനെയാണ് കളിക്കേണ്ടത് അത്ത. ഷീ സെഡ് ദിസ് തിങ് ടു ക്യാമറ. ഷീ സെഡ് വൺ മോർ തിങ് വിത്ത് അനദർ പേഴ്സൺ. ഇന്ന് നമ്മൾ ആ റീലിൽ കണ്ടത് ദാറ്റ് വാട്ട് ഷീ വാസ് സേയിങ് ലൈക്ക്, എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് മനസ്സിലായി, ഞാൻ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ഐ ഡോണ്ട് നോ, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ട. അവൾ പറഞ്ഞതല്ല, ഞാനിപ്പോ ബാക്കിയുള്ള എനിക്കൊരു ചാൻസ് തരണം, നിങ്ങളെല്ലാവരും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഷീ സെഡ് ദാറ്റ്, എൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി കൺഫെഷൻ റൂമിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. സോ വാട്ട് ഐ വാണ്ടഡ് ടു സേ ഇസ് ദാറ്റ് അവർ കൺഫെഷൻ റൂമിൽ പോയി ദേ ഹാഡ് എ കോൺവെർസേഷൻ ഇസ് ഡൺ. ഷീ കംപ്ലീറ്റ്ലി ഫ്ലിപ്ഡ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ പുറത്ത് വന്ന് ഇത്രയും ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണെങ്കിൽ വൈ വുഡ് ഹർ ഡാഡ് ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ ഇൻ്റർവ്യൂസ്? അതാണ് ഹീ ഷുഡ് ഹാവ്. അവിടെ പുള്ളിയുടെ പോയി അവിടെ ഇരുന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയരുത്. ഹീ ഷുഡ് ഹാവ് സെഡ് ദറ്റ് അതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആയിരുന്നു. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പുള്ളി ആര് ക്യാമറ ഉണ്ടോന്നില്ല ഇരുന്ന് ഫുൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെയാണ് സംസാരിച്ചത്. വേറെ അപ്പോൾ ഒരാൾ ചോദിച്ചു, സാർ എന്താ പറഞ്ഞേ, ജാസ്മിൻ എന്താ പറഞ്ഞേ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു. ജാസ്മിൻ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. That's not private anymore. And Bigg Boss even telling in the episode അതൊരു പ്രൈവറ്റ് ആണ്, ഹ്യൂമാനിറ്റേറിയൻ ആണ്. അതെ, അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ഒരാൾ ഒരിക്കലും ഇന്റർവ്യൂ കൊടുക്കില്ല. ഇത്ര സ്വകാര്യമാണെങ്കിൽ എത്രയോ കണ്ടസ്റ്റന്റ് ഇത്രയും ഹേറ്റ് പുറത്ത് നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണമായിരുന്നു. ബിക്കോസ് അവരുടെ ലൈഫൊക്കെ എങ്ങനെയെങ്കിലും തെറിച്ചങ്ങ് പൊക്കോട്ടെ. only Jasmine could get that. Exactly. എന്നിട്ട് വീക്കെൻഡിൽ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് all those conversations പിന്നെ പുള്ളിക്കാരനോട് കൺവിൻസ് ചെയ്യുന്നു. ഇപ്പൊ കുഴപ്പമില്ല. എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടോ? അത് ബിഗ് ബോസിന് പക്ഷെ പുള്ളിക്കാരൻ ഒരു ഉറപ്പായിട്ടും റീടേക്ക് എടുത്താൻ ആ ചിരി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഓഡിയൻസും കൂടി ഇരിക്കുന്നതുകൊണ്ട് റീടേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി തോന്നുന്നു. ആൻഡ് ഇഫ് ജാസ്മിന്റെ അച്ഛൻ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഓർ എന്തെങ്കിലും, വി റിയലി റെസ്പെക്ട് ദാറ്റ്.
അത് അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ പിന്നെ നടന്ന നൂലാമാലകളെ പറ്റിയിട്ടാണ് ഞങ്ങളിവിടെ ട്രൂലി സോ എൻ്റെ ഒപ്പീനിയൻ ഇസ് ബേസിക്കലി ദാറ്റ് ഐ അഗ്രി. ബിഗ് ബോസ് കുറച്ച് ബയസ്ഡ് ആയിട്ടാണ് ഈ ഒരു സംഭവത്തിനെ നോക്കിക്കണ്ടിരിക്കുന്നത്. അവരത് ആ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ വന്ന് എങ്ങനെയൊക്കെ അവർക്ക് പല രീതിയിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. സംഗതി കയ്യിൽ നിന്ന് പോയിട്ടാണെങ്കിൽ പോലും അവർക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നതിനും ഒരു പല രീതികളുണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യാം, വളരെ മോശം രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യാം. ഇവർ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ തന്ന എക്സ്പ്ലനേഷൻ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ജസ്റ്റിഫൈഡ് അല്ലായിരുന്നു. കാരണം ഒരു രീതിയിലും ഒരു ന്യൂട്രൽ പ്രേക്ഷകന് ജസ്റ്റിഫൈ ആവുന്ന രീതിയിലല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് വന്നത് പറഞ്ഞത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന സീനിലാണ് എനിക്ക് കുറച്ച് ലാലേട്ടനോട് എനിക്ക് കുറച്ച് ബഹുമാനം തോന്നിപ്പോയത്. കാരണം ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ലാലേട്ടൻ അവിടെ അത് അത്രേ ഉള്ളു മോളെ, ഇരുന്നോ മോനെ. കാരണമുണ്ടല്ലോ, അതിലില്ല, അത് പറഞ്ഞു തീർക്കട്ടെ. അതിന് കാര്യമുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കുമ്പോഴും ജാസ്മിൻ എന്ന് പറയുന്ന ആള് അതിന്റെ കൂടെ ഷീസ് പ്ലേയിങ് അലോങ് വിത്ത് ഇറ്റ്, റൈറ്റ്? പുള്ളി ഒരു ആങ്കർ എന്ന രീതിയിൽ പുള്ളിയുടെ ഡ്യൂട്ടി നല്ല കൃത്യമായി ചെയ്തിട്ട് അതിന് മുകളിലേക്കുള്ള സുഖിപ്പിക്കൽ ബിഗ് ബോസിനെയും സുഖിപ്പിക്കുന്നില്ല, ജാസ്മിനെയും സുഖിപ്പിക്കുന്നില്ല. മോളെ ഇരുന്നോ എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ലാലേട്ടനൊരു അത് തീർച്ചയായിട്ടും ഉണ്ട്. ദാറ്റ് ഇസ് ദർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടസ്റ്റൻസിന്റെ ഡേർട്ടി ഗെയിം, കണ്ടസ്റ്റൻസ് എത്ര മോശമായി കളിക്കുന്നു, എത്ര ഫേക്ക് ആയിട്ട് കളിക്കുന്നു, അൺഎത്തിക്കലായിട്ട് കളിക്കുന്നു. അപ്പോൾ അതിന് കുറേ പേര് പറയാറുണ്ട് ഇവർ പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ കണ്ടസ്റ്റൻസ് അത് ചെയ്യുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, വൃത്തികെട്ട കളിയാണ് കളിച്ചത്, പക്ഷെ നല്ല ഗെയിമായിരുന്നു, നമുക്കത് പറയാനുണ്ട്. പക്ഷെ വെൻ ദ ഓർഗനൈസർ ഇസ് ഡൂയിങ് ഇറ്റ്, അവിടെയാണ് എനിക്ക് തോന്നുന്നത്, അവിടെയാണ് പ്രേക്ഷകർ ശരിക്കും കബളിപ്പിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ പേഴ്സണലി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നടന്നു, ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ഷോവിൻ്റെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുണ്ടാവുക. ഇനി ഇങ്ങനെ നടന്നാൽ ഞാനൊരു പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് കാണുന്നൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ഇനി ഈ ഷോ കാണുന്നില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കാനുള്ള എൻ്റെ യോഗ്യതയും പോവും. എനിക്ക് പുല്ലാണ്, ടു ബി ഓണസ്റ്റ്. കാരണം ഇങ്ങനെ അത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസ് വളച്ചൊടിക്കുന്നത് അതൊക്കെ അവരുടെ ഗെയിമാണ്. ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ ഒരു ഷോ ഇത്രയും സ്കെയിലുള്ള ഒരു ഷോ ഷൂട്ട് ചെയ്ത് അത് എയർ ചെയ്ത് ഇങ്ങനെ ഒരു OTTയിലും അത് TV-യിലും എല്ലാം വരുമ്പോഴത്തേക്കും അത് ഓഡിയൻസിൽ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്ന് പറയുന്നത് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഈവിൾ. അതാണ് like anything for the TRP. എക്സാക്ട്ലി. അത് ഐ വുഡ് ലൈക്ക് ടു ആഡ് ദാറ്റ് ടു റിയാസസ് പോയിന്റ്. റിയാസും അത് തന്നെ പോയിന്റ് പറഞ്ഞിരുന്നു കുറച്ച്. പക്ഷെ സീരിയസ്ലി അതാണ്, that's all I had to say. I think നമ്മൾ എല്ലാവരും ഓൺ ദ സെയിം നോട്ടാണ്. ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു കാര്യത്തിൽ അഗ്രി ചെയ്തിരിക്കുന്നു. അത് മനസ്സിലായി, അവർക്ക് മനസ്സിലായി ജാസ്മിൻ നൈസായിട്ട് ഗെയിം ഫ്ലിപ്പ് ചെയ്തതാണെന്ന്. കാരണം അവരെല്ലാരും അപ്പോഴേക്ക് തിരിഞ്ഞ് കണ്ടു. പക്ഷെ മേ ബി വൺ പോയിന്റ് ടു ആഡ് ടു ദാറ്റ്, ഈവൻ ദോ അത് കുറച്ച് നാൾ അവള് പിടിച്ചു വെച്ചെങ്കിലും ബാക്ക് ടു കുറച്ച് ഡിഫറൻസ്. they are not sitting like this forever anymore. പകരം പിച്ച് ഇതൊക്കെ ഇവർക്ക് ഇപ്പോഴും ചെയ്യാം, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇറ്റ് സീംസ്. പക്ഷെ വേറെ ആരെങ്കിലും അവരെ ഒരുമിച്ച് മെൻഷൻ ചെയ്യുമ്പോ ഷീൽ ബി ലൈക്ക് ഡോണ്ട് ഡു ഇറ്റ്. ഇന്നലെ ജിൻഡോ പറഞ്ഞപ്പോ അവിടെ അവർക്ക് ഒരുമിച്ച് പോയിട്ട് കറക്റ്റ് ആണ്. കാരണം അത് കറക്റ്റ് അല്ല, പക്ഷെ ഇപ്പം എല്ലാ സിറ്റുവേഷനിലും ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടസ്റ്റൻസിന് പോലും പിന്നെ അവരെ പറയാനുള്ള പോയിന്റ് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് ജാസ്മിൻ വാസ് ഓൾ ഇമോഷണൽ ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഓൾ ആക്ടിങ് ലൈക്ക് എ വിക്ടിം. നൗ കണ്ടസ്റ്റൻസ് എന്തെങ്കിലും പറഞ്ഞാൽ, ആൻഡ് ഇത് മെയിൻ പോയിന്റ് ഇസ് അവളുടെ അത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾ അത്ത വളരെ ക്ലിയർ ആയിട്ട് ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോള് ഒരു സ്ട്രാറ്റജി എടുത്തു, പക്ഷേ ദാറ്റ്സ് നോട്ട് വർക്കിംഗ്. അത് ക്ലിയർലി ഫോണിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ അത് അവൾ ആരുടെ തലക്കിട്ടു? കണ്ടസ്റ്റൻസിന്റെ തലക്കിട്ടു. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് മതിയായില്ലേ? ആൻഡ് ഗബ്രി ഓൾസോ. പക്ഷെ ഗബ്രിക്ക് അറിയില്ലെന്ന് പിന്നെ പറയാം. ഗബ്രി ഫോൺ കോൺവെർസേഷൻസ് കേട്ടിട്ടില്ല, സോ ഗബ്രിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഗബ്രിയോട് ജാസ്മിൻ അത് ഷെയർ ചെയ്തില്ല. ഞാനത് കണ്ടു, ഞാൻ ആ ലൈവ് ഫുൾ ഇരുന്ന് കണ്ടു. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണില്ല. ഡ്രസ്സിംഗ് റൂമിൽ കാരണം ഡ്രസ്സിംഗ് റൂമിൽ there are too many conversations happening and also see
ഇപ്പൊ ഇവർക്ക് കൺഫെഷൻ റൂമിൽ നിന്ന് എയർ ചെയ്യാത്ത സാധനം ഇവര് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ ഇവർക്ക് അത് എയർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ദേ മൈറ്റ് ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ്. എക്സാക്ട്ലി. പക്ഷെ I feel like Gabri knows it. തന്നെ ഇല്ല, ഗബ്രി കുറെ ചോദിച്ചിട്ടും അവള് പറഞ്ഞത് ഇതാണ് ബ്ലോക്ക്, ഇങ്ങനെ ഒരു സീൻ ഉണ്ട്, അല്ലാതെ അത്തൊരു രീതിയിൽ അതും അത്ത സംസാരിച്ചു എന്ന് ഇവള് പറഞ്ഞിട്ടില്ല ആ വീട്ടിൽ, ഇൻക്ലൂഡിങ് ഗബ്രി. ലൈക്ക് ഗബ്രിയോട് പ്രൈവറ്റ് ആയിട്ടെങ്കിലും പറയും, ഗബ്രിയോടും പറഞ്ഞിട്ടില്ല, ബിഗ് ബോസ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് വേറൊരു ധാർഷ്ട്യം ഞാൻ പറഞ്ഞുതരാം. ഈ സീൻ മുഴുവൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഫ്രീക്വൻസി അങ്ങ് കൂടിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡില് ശ്രീത്ത് വെറുതെ നടന്നു വന്നപ്പോ ഗബ്രി ചാടി കയറി അങ്ങ് പേടിപ്പിച്ചു. 2 മിനിറ്റിനുള്ളിൽ ബിഗ് ബോസ് പണിയും കൊടുത്തു. സി അത് ബിഗ് ബോസിനും തോന്നി ഇറ്റ്സ് ഗെറ്റിംഗ് ലിറ്റിൽ ഔട്ട് ഓഫ് ഹാൻഡ് എന്നുള്ളത്. അതൊരു മര്യാദയില്ലേ ആ രീതിയാണ്. എന്തും കാണിച്ചു കൂട്ടാം കാണും ആഫ്റ്റർ ഹോൾ ബിഗ് ബോസ്. നമുക്ക് എന്തോ ആവാന്നുള്ളൊരു തോന്നലായിട്ട്. തീർച്ചയായിട്ടും തെറ്റായ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഇൻസ്റ്റിൽ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ഇങ്ങനത്തെ രീതിയിൽ നമ്മളിത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഓർഗനൈസർ ലെവലിൽ നിന്ന് ഒരു മാനിപ്പുലേഷൻ വരുമ്പോൾ ഫേവറിറ്റിസം ഉണ്ട് എന്ന് തോന്നും. ട്രൂ. അതായത് ബിഗ് ബോസ് ഓൾറെഡി ഇത്രയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്ത് ഇത്രയും ഫേവറും ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ ധൈര്യം കാണാതിരിക്കില്ല. അതെ, നിങ്ങളുടെ നല്ല ഗെയിം നല്ലതെന്ന് ഞങ്ങൾ പറയും, നാറിയ ഗെയിം നാറിയതാണെന്ന് ഞങ്ങൾ. ആൻഡ് ഓൾസോ ഇറ്റ് ഫീൽസ് ലൈക്ക് നമ്മളെ ശരിക്കും പൊട്ടന്മാരാക്കും. നീ അലക്കി വെളുപ്പിക്കൽ, എന്താ നാട്ടുകാരൊക്കെ മണ്ടന്മാരാണ്. ആൻഡ് പീപ്പിൾ തിങ്ക് ആക്ച്വലി നമുക്ക് അറ്റ്ലീസ്റ്റ് വി ആർ ഗെറ്റിംഗ് ദ പെർസ്പെക്റ്റീവ്. ഈ പുള്ളിക്കാരൻ്റെ ഫാദർ പുറത്തുനിന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ കണക്ട് 2 dots. ബട്ട് ദ റിയൽ പീപ്പിൾ ഹു ആർ ബീങ് ഡം ഇസ് ദ പീപ്പിൾ ഹു ആർ പ്ലേയിങ് ഇൻസൈഡ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദ ട്രൂത്ത് ഇസ് വി ആർ നോട്ട് ഫോളോയിങ് ഫോർ ഇറ്റ്. വൈ? ബിക്കോസ് നമുക്ക് ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന്, പക്ഷെ അകത്തുള്ള ആൾക്കാർക്ക് ആ കോണ്ടെക്സ്റ്റ് കിട്ടാത്തതുകൊണ്ട് ദേ ആർ സ്കേർഡ് ടു പ്ലേ ഇറ്റ് ബിയോണ്ട് ദ പോയിന്റ്. ദി ഓൺലി പേഴ്സൺ ഹു കൈൻഡ് ഓഫ് സ്റ്റുഡ് അഗൈൻസ്റ്റ് ദാറ്റ് വാസ് റോക്കി. ഹി വാസ് ലൈക്ക് fuck off. was a very, you know, കൈത്തട്ടണ moment. തീർച്ചയായിട്ടും പുള്ളിക്ക് വേറെ എന്തൊക്കെ കുഴപ്പങ്ങൾ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ഇവരെ ആ സ്കെയിലിൽ കോൾ ഔട്ട് ചെയ്യാൻ അവിടെ കാലിബർ വേറെ ഒരുത്തനുണ്ടായില്ല. അത് റോക്കിനെ കൊണ്ട് തന്നെ പറ്റിയുള്ളൂ. പുള്ളി അത് ചെയ്യുകയും ചെയ്തു. കാരണം ജാസ്മിൻ ബ്രഹ്മാസ്ത്രം എന്നുള്ള രീതിയിൽ തന്നെ റോക്കി എന്നോട് ക്ഷമിക്കണം, 2 ദിവസത്തേക്ക് നീ മിണ്ടാതിരിക്കണം, പറ്റൂല, പുള്ളി അത് ചെയ്തത്. എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു, അത് കറക്റ്റ് ആണ്. ആൻഡ് ഒരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോവാം, അല്ലെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാണ്ട് ഇവിടെ നിന്നോണ്ട് എന്നെ സിമ്പതി വേണം അങ്ങനത്തെ സീൻ പറയുന്നതിന് ഒരു സെൻസും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഇനി ഇവിടെ നിനക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, നല്ലോണം നിൽക്കാമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങി വരാം എന്ന് ബിഗ് ബോസ് കാരത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ടീമിനെ വിളിച്ചു ഒന്നെങ്കിൽ എന്നെ മോളെ ഇറക്കി വിടണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമ്മതിക്കണം പേഴ്സണലായിട്ട്. അതിന് ബിഗ് ബോസ് ടീം ഗട്ട്സ് എടുക്കണമായിരുന്നു, ഇറക്കി വിടണമെങ്കിൽ ഇറക്കി വിടണമായിരുന്നു. വൈ കാൻറ്റ് യു ബ്രിങ് 3 new fire wild cards? You don't have the capability for that. You want to keep Jasmine by giving her personal information. കാരണം ജബ്രി ഓട്ടിച്ചോണ്ട് പോണ്ടേ. സത്യം രതീഷ് പോയ പിന്നെ അതേ ഉള്ളൂ കണ്ടന്റ്, വേറൊന്നുമില്ല. പൈസ കൊടുത്ത് കൊണ്ടുവന്ന രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുന്നുമില്ല. അതെ, സത്യം. പുള്ളിക്കാരി ഇങ്ങനെ കക്കോസി പോകുമ്പോ ഞെട്ടി പേടിക്കാനും. എനിക്ക് അർജുനും എനിക്ക് പിന്നെയും ഒരു താല്പര്യമുണ്ട്. കാരണം പുള്ളി സൈലന്റ് ആയിട്ടിരിക്കുന്നെങ്കിലും അങ്ങനത്തെ താല്പര്യമല്ല, നോട്ട് എ സെക്ഷുവൽ ഡിസയർ. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു കോമ്പറ്റീഷനിൽ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെയും പുള്ളിനെ കുറച്ചും കൂടി ഇഷ്ടമായി വരുന്നത്. കാരണം പുള്ളി വാ തുറന്നില്ലെങ്കിലും എന്നെ ജയിലിലിട്ടത് എന്താണ് ന്യായമില്ലാത്ത കേസിനാണ് എന്ന് പുള്ളി പറഞ്ഞിട്ട് എന്നാ പിന്നെ കുറച്ച് നിയമം എടുത്തിട്ടിക്കാം, എന്നാ പിന്നെ കുറച്ച് അതും ബാക്കിയുള്ളവരെ പോലെ അത് ഔട്ട് പ്രൊപ്പോർഷൻ ആയിട്ട് കൊണ്ടുപോയില്ല. പുള്ളി വളരെ അത് കാണിക്കേണ്ട രീതിയിൽ കാണിച്ചു. നൈസായിട്ട് ഇവൻ ചെയ്ത എന്തോ കാര്യത്തിന് വളച്ചൊടിച്ച് യമുന റാണി കുറച്ച് ഞാൻ അർജുന്റെ 2 മുഖംമൂടി വലിച്ച് അപ്പോഴാണ് നമ്മുടെ പറഞ്ഞ ലക്ഷ്മി കണ്ടിട്ടുണ്ടല്ലോ. അർജുന്റെ ആ ആക്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരുത്തുന്നതെന്ന് തോന്നുന്നു. ഇപ്പം മുഖംമൂടി വലിച്ച് കീറി ഞാൻ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഞാൻ നടത്തി, ഒരു അച്ചീവ്മെന്റ് അൺലോക്ഡ് പുള്ളിക്കാരി പറഞ്ഞു. ഇതിന് മുന്നേ ജിൻഡോ വന്നിട്ട് ചേച്ചി അന്ന് എന്നോട് ക്ഷമിച്ചത് കാരണമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സഹോദരനെ കിട്ടി. അപ്പൊ അങ്ങനെ കുറച്ച് എപ്പിസോഡിൽ മറ്റേ കോപ്പി എഴുതൂലേ, അത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് വാലിഡേഷൻ നടത്താനും ഭയങ്കര പിടിക്കുക, അടിപൊളിയാണ്. അല്ല നമ്മൾ മോശമൊന്നും പറയുന്നില്ല,
കൊള്ളാം. ആയിക്കോട്ടെ, നല്ല നിങ്ങളുടെ ഗെയിം ചെയ്തത് അങ്ങനെയാണെങ്കിൽ തന്നെയാണ് ഞങ്ങള് പറയുന്നത്. നിങ്ങളുടെ ഗെയിം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളിക്കൂ. ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണെങ്കിലും. അത് ഞങ്ങൾ പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മേ ബി ഗോയിങ് ടു ദ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വാട്ട് ഈ അബിൻ ഇതിനെ ഇനി എങ്ങനെ ക്ലോസ് ചെയ്യാനാണ്? കാരണം Close ബിഗ് ചെയ്യാനൊന്നുമില്ല. ബോസിനെ കൊണ്ട് അത് മര്യാദയ്ക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്തിനീ കോട്ടേഴ്സ് കാണിക്കണം? തോന്നിയ ദിവസം അവർക്ക് കാണിക്കാമെങ്കിൽ നമുക്ക് വേണ്ട, നമ്മൾ കുറച്ച് മാന്യത ഉള്ളത് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മൾ ബിഗ് ബോസും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് നമ്മുടെ വ്യത്യാസം. ദിസ് ഇസ് സ്ലൈറ്റ്ലി ഓഫ് ടോപ്പിക്, പക്ഷെ ഇത് ഇവിടെ കുറച്ച് റെലവെന്റ് ആണ്. പറഞ്ഞോളൂ. അതായത് നീ ഗബ്രിയോട് ഫുഡ് റീൽസ് ചെയ്യാറുണ്ടാ? ആണോ ഇല്ലേ? യെസ് ഗൈസ്, ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല. ഇത് കുറച്ച് ഫൺ ത്രെഡാണ്. നമുക്ക് എന്തായാലും സീരിയസ് ഡിസ്കഷൻ ആണ്. ഒരു ഫൺ സാധനം ഞാൻ പറയാം. Yes, please. തുടക്കത്തിൽ തന്നെ എനിക്ക് റെഡിറ്റ് അക്കൗണ്ട് ഒന്നും ഇല്ല. I do. I don't. ഇത് കട്ടിയില്ല. So this is the whole point. ഇല്ല, കട്ടിയില്ല. This is the whole point. So ഇന്നലെ ഞാൻ വളരെ റാൻഡം ആയിട്ട് നമ്മൾ ചായ സിഗരറ്റ് കുടിക്കുന്ന കടയിൽ ഞാൻ നിൽക്കുക. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങനെ, അവൻ റെഡിറ്റിലുണ്ട്, പുള്ളി കാണിച്ചു തരാം, നിങ്ങളുടെ പോഡ്കാസ്റ്റ് റെഡിറ്റിൽ ആരോ കൊണ്ടുപോയി ബിഗ് ബോസിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാലിഡേഷൻ. ഇത് പ്രശ്നം ഇതൊന്നല്ല, ഞാൻ പറയാം. അതായത് ഇതിനകത്ത് കോമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ 2-3 കോമന്റ്സ് വായിച്ചു. ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയപ്പോഴത്തേക്കും ഐ ജസ്റ്റ് സ്കിപ്പ് ത്രൂ ദ പോഡ്കാസ്റ്റ്. പക്ഷേ മൈ ഡെലൂലു മൈൻഡ് ടെൽസ് മീ ദാറ്റ് ദ ബ്രൗൺ ഔട്ട്ഫിറ്റ് ഗൈ ഇസ് എ പാർട്ട് ഓഫ് ദ സബ്. ഓക്കെ, ദിസ് ഇസ് വൺ കോമെന്റ്. ഇതിനൊരു റിപ്ലൈ വന്നു. It's not just the brown outfit guy, it's all of them. I think everybody is a part of this sub. ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റും കൂടി വന്നു. മിസ്റ്റർ മാൻചൈൽഡ് പതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് ചാടി വരിക എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ദാറ്റ്സ് മൈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. നിങ്ങൾ ആരെങ്കിലും റെഡിറ്റ് സബിന്റെ മെമ്പർ ആണോ? ബിഗ് ബോസ് എന്ന് പേരുള്ള ആരെങ്കിലും? No, he said he has I am an not on account. Reddit, guys. I don't know. I'm sorry. First suspect. People just send me. You have an account, right? I don't. I don't. എനിക്ക് നല്ല ഗോസിപ്പ് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവർ എനിക്ക് അയച്ചു തരാറുണ്ട്. സ്ക്രീൻഷോട്ടാ? ഇല്ലടാ, കള്ളപ്പട്ടി. Trust me, I don't, guys. I call out double standards. Double standard moment. നമുക്കൊരു ബസ്സർ വേണം ഇവിടെ. ഡബിൾ സ്റ്റാൻഡേർഡ്. ശ്രീയുടെ കേസ് ഇതേ റെഡിറ്റിന്റെ പോസ്റ്റില് വേറൊരു കമന്റ് ഉണ്ട്. ആ ഫ്ലോറൽ ഡ്രസ് ഇട്ടിരിക്കുന്ന കുട്ടിയും ഗബ്രിയും ഒരുമിച്ച് ഫുഡ് റീൽസ് ചെയ്യുന്നതാണ്. ഇവന്മാരൊക്കെ കൂടി എല്ലാരും അവന്റെ ഫ്രണ്ട്സ് ആണ്. ഐ ഹേറ്റ് ഗബ്രി. അവന്റെ ഗെയിമും അല്ല, ഒരു കോപ്പും അല്ല. ആസ് എ പേഴ്സൺ പുള്ളി കുറച്ച് വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ആളാണ്. I don't personally know Gabri, but I don't like the way he is playing. ശ്രീ പറയണമെന്നില്ല, to be honest. അല്ല, see, Gabri as a person, he's fine. I don't have any പുള്ളി problem. എങ്ങനെയാണോ പുറത്ത്? അയ്യോ, ഞാൻ ചോദിക്കാൻ പാടില്ല. റിയാസ് പിന്നെ മിററിന്റെ പുറകിലെ ക്യാമറ ഉണ്ടോന്ന് ഞാൻ റിയാസിനോട് ചോദിക്കണ പോലെയാണ് ഇത്. സീരിയസ്ലി. No. Personally, I know him. He's a very nice person actually. പക്ഷേ personally ഞാൻ ആയിട്ടും I am very against the game he's playing there now. എനിക്ക് തോന്നുന്നു പുള്ളി പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് നടക്കാത്താണോ അതോ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചാണോ ഒരു ഐഡിയ ഇല്ല നമുക്ക്. അതാണ് ഒരു ഞാൻ ഫസ്റ്റ് ഗബ്രി ആക്ച്വലി എനിക്ക് പറയാനുള്ള അതാണ്. ഞാൻ ആ ഫസ്റ്റ് ഗബ്രിയുടെ ഇൻട്രൊഡക്ഷൻ നമ്മളെല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള സെയിം തിങ് അബൌട്ട് ഹിസ് ഗെയിം. ഒരു മാർഗ്ഗം ഇല്ലാതെ കളിക്കുന്ന കളിയാണ് ഇവിടെ കളിക്കുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല പേഴ്സണലി അബൌട്ട് ജസ്റ്റ് ഹിസ് ഗെയിം. എനിക്ക് ഗബ്രിനെ കുറിച്ച് ഒബ്വിയസ്ലി ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഐ ഹേറ്റ് ഹിസ് ഗെയിം. ആൻഡ് ഓൾസോ എനിക്ക് പുള്ളിനെ കാണുമ്പോൾ കുറേ സിമിലാരിറ്റീസ് ഓർമ്മ വരും. കാരണം വാട്ട് ഗബ്രി ഈസ് ഡൂയിങ് ഇസ് എല്ലാ വിഷയത്തിലും ഇടപെട്ട് വഴക്കുണ്ടാക്കി എല്ലാം വഴക്കുകളാക്കി മാറ്റി ത്രെഡുകളാക്കി മാറ്റാനാണ് നോക്കുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പ്രീവിയസ് സീസൺസിലും അറിയാം, അവരൊന്നും കുളിക്കാൻ പോലും പോകില്ല. കാരണം ഏതെങ്കിലും ഒരു വഴക്ക് എനിക്ക് മിസ്സായാലോ. പേര് പറയുന്നില്ല. കുറച്ച് പേര് പറയുന്നുണ്ട് ഗബ്രി റിയാസ് സലീമിനെ പോലെയാണ്. ഗബ്രി റിയാസ് സലീമിനെ കോപ്പി എടുക്കാൻ നോക്കുന്നതാണെന്ന്. അത് റിയാസ് സലീമിനെ കോപ്പി എടുക്കാൻ ചിലപ്പോൾ കുറെ ആൾക്കാർ നോക്കുന്നുണ്ടാവാം. പക്ഷേ maybe you can wear my outfit but you can never be me, beach. So yeah. And ഈ കോമെന്റിനോട് എനിക്ക് പറയാനേ ഒന്നേ ഉള്ളൂ. That is, നിങ്ങൾ പോഡ്കാസ്റ്റ് കണ്ടില്ല. I was the only person fucking supporting that shit. Okay? Yeah. I don't know why people would say that anybody is part of his PR. Yeah. Because I was like the only person and everybody shat on me in the comment section and on the podcast. You asked for half of it. That is I mean, Yeah, I can still technically. defend it saying that ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും they are not able to
stay apart. സോ ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടത് വെറുതെ ഒന്നല്ല. യൂട്യൂബിൽ നമുക്ക് ഇതേപോലെ കോമൻസ് വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം നമുക്ക് ഓബിയസ്ലി അറിയാം, അതേപോലെ തന്നെ റെഡിറ്റിൽ ആക്ച്വലി പ്രസൻസ് ഉണ്ട്. ഇതിൻ്റെ റെഡിറ്റിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്ന് ഇന്നലെ ഈ സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവരുടെ എന്താ കമ്മ്യൂണിറ്റി സബ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് നോക്കിയത്. അപ്പം അത്യാവശ്യം ഡിസ്കഷൻസ് ഉണ്ട് അതിനകത്ത്. നമുക്കൊന്ന് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്ന, നമ്മൾ ഈ യൂട്യൂബിലെ ഈ തെറി കമന്റ് വായിക്കുന്നതിനോട് കൂടെ തന്നെ നമുക്ക് ആക്ച്വലി റെഡിറ്റിൽ വരുന്ന നമുക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പം സീരിയസ്ലി താങ്ക് യു ഗൈസ്. ഐ മീൻ താങ്ക് യു മൈ ഫ്രണ്ട്, ഐ കാൻ സേ ദ നെയിം, ബട്ട് സ്റ്റിൽ അത് ആ സംഭവം കാണിച്ചു തന്നത് ഇറ്റ് വാസ് ഐ ഓപ്പണിംഗ്. നല്ല സീരിയസ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അതിന്. Nice to know that something is happening on Reddit as well. നമ്മൾ റെഡിറ്റിലും റെഡിറ്റ് നീ ഭരിക്കുമെന്നൊന്നും പറഞ്ഞതിന് ഞാൻ അവിടുന്ന് തെറി മേടിക്കുന്നു പുതിയത്. പിന്നെ നടന്നത് ഒരു പൊട്ടിത്തെറിയായിരുന്നു. രണ്ടാമത്തെ ഇഷ്യൂ, റോക്കി സിജോയെ വലിച്ചിടിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിയെ വലിച്ചിട്ടിടിച്ചു എന്നല്ല, നല്ല കൈ നല്ല വീശി ഇടിച്ചു. ഇതാണ് നമ്മുടെ അടുത്ത ഡിസ്കഷൻ. ഞാനിപ്പോൾ അതിന് ഇൻട്രോ പോയിന്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ കുറേ പേർക്ക് അതിന് പല പെർസ്പെക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് നേരത്തെ ഇഷ്യൂ പോലെ അല്ലാതെ. അപ്പോൾ നീ തന്നെ പറഞ്ഞു, നീ തന്നെ തുടങ്ങിക്കോ കെവിൻ, എന്താണ് നിനക്ക് തോന്നുന്നത് ഈ ഒരു മൊത്തം ഇഷ്യൂവിനെ പറ്റി? അപ്പോൾ അതിന്റെ റീപെർക്കഷൻസ് അല്ലെങ്കിൽ റോക്കി പോയി കഴിഞ്ഞിട്ടുള്ള സിനാരിയോയിലോട്ട് നീ പോകണ്ട, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബട്ട് വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് ഹോൾ ഇഷ്യൂ അബൌട്ട് റോക്കി ബീയിങ് വയലന്റ്, ഇങ്ങനത്തെ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുകയും പുറത്തേക്ക് പോവുകയും ചെയ്തതുമായിട്ടുള്ള ആ ഒരു സംഭവത്തിനോട് നീ എങ്ങനെ അതിനെ നോക്കി കാണുന്നു? So yeah, I think it was a setup, because elimination episode ലാലേട്ടൻ വന്നിട്ട് he is saying ഇടിക്കുന്നു പറഞ്ഞെങ്കിൽ ഇടിക്കണം, അല്ലാണ്ട് വെറുതെ പേടിപ്പിച്ചിട്ട് പോകരുത് എന്നുള്ള സീനിൽ പുള്ളിക്കാരൻ പറഞ്ഞ്. ആൻഡ് നെക്സ്റ്റ് ഡേ റോക്കി വാസ് ലൈക്ക് ശരിയാ, and he went and boom. So I feel like it was a setup and he was triggered, and this whole situation, like imagine if like the national star, like you know, ഒരു ഐഡിയൽ മാൻ കേരള സൊസൈറ്റിയിൽ കാണിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു ഇതാണ്. So when somebody like that comes and asks you, questions your masculinity, I feel like it'll get fucked. And that's really what happened here is what I feel. And so I feel like it was a setup. Okay. Riaz, what do you feel? Yeah, before what I feel, I don't think Lalitan has anything to do with it. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം എൻ്റെ my fragile masculinity got affected so badly that I decided to punch somebody on the next day. How does that work? I get I mean, നമുക്ക് ഓൾറെഡി മനസ്സിലായി ഇതിനു മുമ്പും റോക്കി ഭയങ്കരമായിട്ട് ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. പല സമയത്തും ഇവൻ എനിക്ക് തോന്നുന്നു കിട്ടുന്ന സാധനം പ്രോപ്പർലി വീക്കെൻഡ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അയാളത് ചെയ്യില്ലായിരുന്നു. കാരണം അതിനു മുമ്പും ജാസ്മിനോട് ഞാൻ നിൻ്റെ പല്ലടിച്ച് തെറിപ്പിക്കും എന്ന്, ദാറ്റ്സ് ആക്ച്വലി ഞാൻ വയലൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു സാധനം ഓൾറെഡി അയാൾ പറയുകയാണ്. എന്നിട്ട് പോലും അതിന് പ്രോപ്പർലി കൊടുക്കേണ്ട രീതിയിൽ വീക്കെൻഡിൽ കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിൻ്റെ നിലവാരം വെച്ചിട്ട് അതിൽ നിലവാരം കുറഞ്ഞ റോക്കി കുറേ കോണ്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് കുറേ കോണ്ടൻറ്റ് കൊടുക്കുന്ന ആളെ ബാഷ് ചെയ്യാതെ കുറച്ച് നൈസായിട്ട് വെക്കാൻ നോക്കിയതാണ് അത്. ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ബാഷ് കിട്ടിയിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആൻഡ് ദ ഫാക്ട് ദാറ്റ് എനിക്ക് തോന്നുന്നു what I see there is too much fragile masculinity, too much male ego, and a lot of dead brain cells for sure. അത് അവിടെ ഉണ്ടായിരുന്ന കുറേ പുരുഷന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് ദ ഫാക്ട് ദാറ്റ് സംബഡി ഈസ് ടച്ചിങ് യു ആൻഡ് യു ആർ ഗെറ്റിംഗ് വയലൻ്റ്, ആൻഡ് ആ ഇടിച്ച ഇടി എന്ന് പറയുന്നത്, ആൻഡ് ഹീ ഷുഡ് ബി ത്രോൺ ഔട്ട് ദ ഹൗസ് ഫോർ ഷുവർ. കാരണം വയലൻസ് ചെയ്യുന്ന ഒരാൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ത്രെട്ടാണ്. ഇയാൾ ഒരു പുരുഷനെ ഇടിച്ചതുപോലെ പുരുഷനെ ഇടിച്ചാൽ എഫക്റ്റ് ആവില്ല എന്നല്ല, പുരുഷൻ ഇടിക്കുന്ന പോലെ സ്ത്രീനെ ഇടിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്. പുരുഷന് ഇടി ഉണ്ടാ വേദനിക്കൂലെന്ന്, ഓഫ് കോഴ്സ്. പക്ഷെ അതിലും കൂടുതൽ എഫക്റ്റ് ചിലപ്പോൾ സ്ത്രീനെ ഇടിക്കുന്നുണ്ടാകും. കാരണം ഒരു സ്ത്രീൻ്റെ ഫീമെയിൽ ബോഡി ഈസ് ഹർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, because of that reproductive system her body is constructed in a different way. ചിലപ്പം അത്രയും ശക്തി ഒരു സ്ത്രീക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. സോ അങ്ങനത്തെ ആളെ ബിഗ് ബോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെട്ടാണ്. സോ ഹി ഷുഡ് ബി കിക്ഡ് ഔട്ട്. ആൻഡ് ആഫ്റ്റർ അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം ഫോർ ഷുവർ. പുള്ളിക്കാരൻ എങ്ങനെയാണ് കിക്ക് ഔട്ട് ആയതിനു ശേഷം തന്നെ എവ്രിബഡി ഈസ് സോ സാഡ് ദാറ്റ് പുള്ളിക്കാരൻ എവിക്റ്റ് ആയിരുന്നു. എവ്രിബഡി ഷുഡ് ബി സോ ഫക്കിൻ ഹാപ്പി ദാറ്റ് ഇല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടേണ്ട ഇടിയായിരിക്കും അത്, ബിക്കോസ് ഹീ ഈസ് എ പേഴ്സൺ വിത്ത് ആങ്കർ ഇഷ്യൂസ്.
We can't keep them inside. ജസ്റ്റ് വൺ ലൈൻ ടു ആഡ് ടു ദാറ്റ്. ഇപ്പം നമ്മുടെ ഋഷി പറയുന്നുണ്ടായിരുന്നു, ആള് ആങ്കറൊക്കെ പുള്ളിയുടെ ശരിയാണ്, അവൻ അങ്ങനെയാണ് ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ എനി ഷിറ്റ് ലൈക്ക് ദിസ്. Exactly. ഇങ്ങനത്തെ ഒരു സ്വഭാവ വൈകല്യം എന്നൊന്നും എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല. ചിലപ്പോൾ അതായിരിക്കാം, എന്നാൽ പോലും ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല അതിനെ. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തെ, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടായ ഒരാളുടെ മെക്കിട്ട് കയറുക എന്ന് പറയുന്ന ഒരു സംഭവമുള്ള ഒരാളെ ന്യായീകരിക്കാൻ ഒട്ടും പറ്റുന്ന രീതിയല്ല. അവൻ അങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. സേഫ്റ്റി, ഇറ്റ്സ് എ മാറ്റർ ഓഫ് സേഫ്റ്റി. അതാണ്. ഓക്കെ ശ്രീ. വാട്ട് ഐ തിങ്ക് ഇസ് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അവരുടെ ആ സമരം നടത്തിയ കാര്യം പറഞ്ഞപ്പോൾ തുടങ്ങിയ റഫ് പാച്ചാണ് സിജുവിൻ്റെയും റോക്കിയുടെയും. അവിടെയാണ് ആദ്യം റോക്കിക്ക് കൊണ്ടത്. റോക്കിക്ക് അതൊരു എന്താ പറയുക, സംതിങ് ഹീ കുഡ് ഗെറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അവിടെ ഒരു വേറൊരാൾക്ക് ക്രെഡിറ്റ് പോയി എന്നറിഞ്ഞപ്പോൾ അവന് തുടങ്ങിയതാണ്. പിന്നെ അവൻ ക്യാപ്റ്റൻ ആവുന്നു. അത് കഴിഞ്ഞ് ഉടനെ സിജോ ക്യാപ്റ്റൻ ആണെന്ന് കാണുന്നു. അവിടെ അഗൈൻ ഹീസ് ലൂസിങ് ഇറ്റ്. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഫുഡിന്റെ കാര്യം പറഞ്ഞാണ് ഈ ഒരു ഹോൾ ഇഷ്യൂ നടക്കുന്നത് സിജോ ആയിട്ട്. അതും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരുന്നു അവർ ഫുഡിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഓക്കെ, റോക്കി വെറുതെ ഇരുന്ന് അവിടെ പോയി അവരെ ചൊറിയാണ് ചെയ്തത്. സോ ഹി ഓൾറെഡി ഹാഡ് സംതിങ് ഇൻ മൈൻഡ് അഗൈൻസ്റ്റ് സിജോ. ആൻഡ് ഐ തിങ്ക് ആസ് എ ക്യാപ്റ്റൻ സിജോ ആയാലും അതിനു മുമ്പും ഒത്തിരി ഒരു ഇൻസ്റ്റിഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ഒത്തിരി ടൈം കഴിഞ്ഞിട്ടാണ് ഈ ഇടി കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഐ തിങ്ക് ആസ് എ ക്യാപ്റ്റൻ സിജോ കുറച്ചുകൂടെ ഒന്ന് കാമർ ആകായിരുന്നു, മേ ബി ഇതൊന്നും ഒഴിവാക്കാൻ. ആൻഡ് അത് സിജോനെ അറിയാവുന്നതുകൊണ്ടായിരിക്കും പലരും അത് പിടിച്ചു മാറ്റാനും ഒന്നും പോയില്ല. ബിക്കോസ് ദേ തോട്ട് സിജോ ഇസ് കാം ആൻഡ് കമ്പോസ്ഡ്, ഒരു ക്യാപ്റ്റൻ ആണ്, അത് ഹാൻഡിൽ ചെയ്തോളും എന്ന് വിചാരിച്ചു. പക്ഷെ കാര്യം പോയി പിന്നെ എനിക്ക് തോന്നുന്നു എൻഡ് പോയിന്റ് എത്തിയപ്പോൾ ഈ ലാലേട്ടന്റെ ആ ഒരു ട്രിഗറും ജസ്റ്റ് ടു മറ്റെന്താ ഇതിന് മൊത്തം ചെറിയൊരു അതെ ചെറിയ ഓൺ ടോപ്പ് എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ ആ പറഞ്ഞതും അവന് കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിലായില്ല, അതായത് തൊട്ട് ദിവസം മുന്നേ പറഞ്ഞതാണ് നീ ഇങ്ങനെ വീരവാദം പറയുന്നുള്ളൂ, നീ ഇടിക്ക്. അത് അവന്റെ മനസ്സിൽ ബാക്ക് ഓഫ് മൈൻഡ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നെക്സ്റ്റ് ടൈം ഹീസ് ഡൂയിങ് ഇറ്റ് ആൻഡ് ഹി ജസ്റ്റ് അതാണ് ഹി ലോസ്റ്റ്, അത് കൺട്രോൾ പോയതാണ് ലിറ്ററലി ആളുടെ. ആൻഡ് അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു, കൺട്രോൾ പോയതാണ്. ആൻഡ് ഹി റിഗ്രറ്റഡ് ആഫ്റ്റർവേർഡ്സ്, വി കൻ സീ ദാറ്റ്. സോ എനിക്ക് ആക്ച്വലി റോക്കിയെ തോന്നിയത് പുള്ളി വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി അതിനകത്ത് ഒരു ദിവസം പോലും ഫേക്ക് ചെയ്ത് നിന്നിട്ടില്ല. അതുകൊണ്ടാണ് പുറത്ത് പോയത്. ഒന്ന്. രണ്ട് ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉള്ള, അല്ലെങ്കിൽ അതായത് ഇതുപോലത്തെ ആൾക്കാരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു ഇയാളുടെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനൊരു സ്റ്റുപ്പിഡിറ്റി കാണിക്കുമെന്നും കയ്യിൽ നിന്ന് പോകുമെന്നും പുറത്താവുമെന്നും ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം അത്രയും ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരാളാണ് റോക്കി. ഒരാളുടെ നിന്ന് ഒരു തർക്കം ഉണ്ടാകുമ്പോൾ പോലും ഇങ്ങനെയാണ് പുള്ളി പോകുന്നത്. അതായത് ഒരാളുടെ മുഖത്ത് ഇത്ര അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അത്ര അടുത്ത് നിന്ന് ഇങ്ങനൊന്നും തൊട്ടപ്പം അടിക്കും എന്നുള്ളത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു ഡേ 1 തൊട്ട് പുള്ളിയുടെ പെർഫോമൻസിൽ. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഡേ രാവിലെ തൊട്ടേ കാണുന്ന എല്ലാത്തിനോടും എല്ലാ കാര്യത്തിനോടും പുള്ളിക്ക് ദേഷ്യവും ചൊറിയുമായിരുന്നു. അപ്പം തന്നെ ഞാൻ ഇങ്ങനെ സംതിങ് ഫിഷി, ഇവിടെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു. എന്നിട്ട് ഐ ഫീൽ ലൈക്ക് പവർ ടീമിന് അവർ രണ്ടുപേരും എന്തടി നടക്കുമ്പോഴും, ജിൻഡോയും നമ്മുടെ റസ്മിൻ ബായും എന്തടി നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ വന്നിട്ട് മാക്സിമം അത് സോൾവ് ചെയ്യാൻ നോക്കും. ഇവിടെ പക്ഷേ ഇവർ തുടക്ക സമയത്ത് കയറിയിരുന്നു. ഇത് നല്ല രീതിയിൽ ഹീറ്റായി വന്നപ്പോഴത്തേക്ക് ഇവർ കുറച്ച് മാറി നിന്നു. ഐ ഫീൽ ലൈക്ക് അവർ കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്തിരുന്നെങ്കിൽ അടി വീഴില്ലായിരുന്നു. ജിൻഡോനൊന്നും ഭക്ഷണം കഴിക്കാൻ എല്ലാ മൂലയിലും കിടന്ന് ഉറങ്ങിയാണ്, ഒരു കുഴപ്പമില്ല. അതൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നത് സോ ലാലേട്ടന്റെ എപ്പിസോഡ് സാറ്റർഡേ അല്ലേ നടക്കുന്നത്, ആൻഡ് ദിസ് ഹാപ്പൻഡ് ഓൺ സൺഡേ. ഇത് ട്രാൻസിഷൻ ടൈമാണ്. അപ്പൊ പവർ ടീമില് അന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബട്ട് ദേ വർ ഓൾറെഡി ഡൂയിങ് ഇറ്റ്. കാരണം ഈ അടി തുടങ്ങിയപ്പോ തന്നെ റസ്മിൻ ഇങ്ങനെ നടക്കുന്നിട്ട് ഇങ്ങനെ വേണ്ട 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 മാറി നിൽക്കുന്നു പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇവരിങ്ങനെ എവരിബഡി വാസ് വാച്ചിങ് ദ ഷോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എല്ലാരും ഇങ്ങനെ എന്താവോ നോക്കാം. അതെ അതെ, ഇവര് തമ്മിലൊരു ജഗട ആദ്യമായിട്ടാണ്. എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ കറക്റ്റ് ഈ അടി നടക്കുന്ന ആ ഒരു 35 സെക്കൻഡ് ആരും സിജോയോ റോക്കിയോ വന്ന് അടുത്തോട്ട് സംസാരിക്കാനോ തടയാനോ നിന്നിട്ടില്ല. അവരെ ഒരു 30 സെക്കൻഡ് വെറുതെ വിട്ടു. രണ്ട് അത്യാവശ്യം ഈഗോ ഉള്ള, എനിക്ക് തോന്നുന്നു സിജോയ്ക്ക് അത്ര ഈഗോ ഉണ്ടെന്ന് തോന്നുന്നില്ല, റോക്കിക്ക് നല്ല രീതിയിൽ മെയിൽ ഈഗോ ഉണ്ട്. ആ മെയിൽ ഈഗോ ഹേർട്ടായ രണ്ടുപേര് തമ്മിൽ ഒന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസി അടി പൊട്ടി. ഇതാണ് നടന്നത്. ആൻഡ് ഓൾസോ എനിക്കതിലെ ഫ്ലിപ്പ് മനസ്സിലായത് 2 സെക്കൻഡ് മുന്നേ നിന്നെ ഞാൻ കൊല്ലോടാ മറ്റത് ചെയ്യോടാ എന്ന് പറഞ്ഞത് വിത്തിൻ സെക്കൻഡ്സ് വാ വിട്ട് കരയുന്നു. Yeah, I'm coming to that. Yeah, you see. അങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതായത് 5 സെക്കൻഡ് മുന്നേ ഇടിച്ച് കർണം പൊട്ടിച്ചവൻ അടുത്ത 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് വാവിട്ട് കരയാണ് നീ എന്റെ സുഹൃത്താണെന്ന്. Oh no, that wasn't the major reason he was crying. He was crying because അവന്റെ 6 വർഷമായിട്ടുള്ള സ്വപ്നം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇമോഷൻസ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ഐ കാണ്ട് ഫീൽ ലൈക്ക് അങ്ങനെ ആൾക്കാരെ എങ്ങനെ വിശ്വസിക്കും? ആങ്കർ ഇഷ്യൂസ് വരണേ. കാരണം വെൻ സംബഡി ഈസ് അറ്റ് ദെയർ പീക്ക് ഓഫ് ആങ്കർ, അയാൾ അത്രയും ട്രിഗർ ചെയ്ത് എന്നെ തുടരുതെന്ന് പറഞ്ഞ ഒരാളെ തൊട്ട് അവിടെയാണ് മെയിൽ ഈഗോയും ഈ ആങ്കർ ഇഷ്യൂസും വരണത്. ഡു യു ഫീൽ ലൈക്ക് സിജോയ്ക്ക് തോന്നി അടി വീഴുമെന്ന്? ഉണ്ട്, സിജോൺ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാം, സിജോ നല്ല രീതിയിൽ അതിന് സിജോ wasn't expecting it clearly. അത് സിജോന്റെ റെസ്പോൺസ് ആയിട്ട് മനസ്സിലായി. സിജോ never thought. പക്ഷേ എനിക്ക് ഇപ്പൊ റോക്കി എന്റെ ഫ്രണ്ടിലാണ് വന്നിരുന്നത് എന്നെ തുടരാന്ന് ഇത്രയും പറഞ്ഞെങ്കിൽ എനിക്ക് ഉറപ്പായിരിക്കും തൊട്ടടി വീഴുമെന്നുള്ളത്. കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. He was being so much like അത്ര തീ കണക്കാണ് അയാൾ നിന്നത്. That can be the game. And Big Boss is all about that. നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ you can be part of this game. Opposite even if Sijo did it. Exactly. എന്ന് പറഞ്ഞ അവൻ അടിക്കാൻ അനുവാദം ഇല്ല. അവിടെയാണ് പ്രശ്നം. അതായത് റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവൻ ഇങ്ങനെയല്ല പിടിച്ചു, അവൻ ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ പല കഥകളും വീട്ടിനകത്ത് തന്നെ കറങ്ങിത്തിരിയുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി എവിഡന്റ് ദാറ്റ് അവൻ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളിൽ പിടിച്ചതും അടി. വീടിനകത്ത് ഇതാരായിരുന്നു പറഞ്ഞേ? ഇത് കഥ മാറ്റി പറഞ്ഞത് സിജോ പറയുന്നത് ശ്രീതുവിനോട് നോറ പറഞ്ഞു എന്നാണ്. നോറ അന്ന് രശ്മിൻ ഭായ് കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ആണെങ്കിൽ കുത്തിത്തിരിപ്പിന്. ഞാൻ ഇനി എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. അപ്പൊ അതായത് ഞാൻ കുറച്ചും കൂടി എനിക്ക് ഗെയിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ആങ്കർ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം. പക്ഷെ അത് കുറച്ചൊന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ ജബ്രിയുടെ സംഭവങ്ങളൊക്കെ കോൾ ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും ഹാർഷായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു പേഴ്സ്പെക്റ്റീവ് അതിനകത്തേക്ക് കൊണ്ടുവരാൻ അവിടെയുള്ള ഒരു വാഴയ്ക്കും പറ്റിയിട്ടില്ല അല്ലേ? എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമത്തിലേക്കാൾ ഉപരി റോക്കി ഇങ്ങനെ കാണിച്ചതിൽ എനിക്ക് നല്ല ദേഷ്യം വേറൊരു രീതിക്കുണ്ട്. കാരണം പുള്ളി നിലകൊണ്ടുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. പുള്ളിയുടെ ഹി വാസ് ഫൈറ്റിംഗ് എ ഡിഫറെൻറ്റ് ഫൈറ്റ് ഓൾസോ. അപ്പോൾ പുള്ളി നിലകൊണ്ടുകൊണ്ടിരുന്ന ന്യായമായ ചില അടികൾ പുള്ളിയുടെ ഈ വേഷം കെട്ട് കാരണം അങ്ങോട്ട് പോയി അല്ലേ? അത് ഒറ്റയടിക്ക് ഇങ്ങനത്തെ പൊട്ട ഗെയിം കളിക്കുന്ന അവർ എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിച്ച് ജയിക്കാം എന്നുള്ളത് പോട്ടെ, കുറച്ച് ഫേക്കായിട്ടും ഡേർട്ടി ആയിട്ടും ഗെയിം കളിക്കുന്നവരെ കോൾ ഔട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു റോക്കിയുടെ. അപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയുടെ ആ ഒരു സംഭവം അത് അവർ ഒറ്റയടിക്ക് അങ്ങ് ജയിച്ച മട്ടിലായിപ്പോയി കാര്യങ്ങൾ. അവിടെയാണ് ഒരു മേജർ പ്രശ്നം ഇതിനകത്ത് കിടക്കുന്നത്. ഇനിയിപ്പൊ റോക്കി അവിടെ നിന്ന് ഇറങ്ങി, റോക്കി ഇല്ല, അത്രയും രീതിയിൽ സിജോയുടെ പല്ലും പോയി, മനസ്സിലായ? പിന്നെ ആകെ നാവുള്ളത് നമ്മുടെ സിജോയ്ക്കാണ്. സബ്സ്റ്റൻസ് കുറഞ്ഞു. അനീതികൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അന്യായങ്ങൾ കോൾ ഔട്ട് ചെയ്യാൻ ഒരുത്തരും അവിടെ ധൈര്യം. അത് മാത്രമല്ല ഇനി ആണെങ്കിൽ പോലും അത്രയും കാലിബർ ഉള്ള കോൺടെസ്റ്റന്റ് അതിനകത്ത് ഇല്ല. തന്നെ പറയാൻ പോയത് തന്നെ പറയാൻ. അതായത് സിജോ പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ ആണെങ്കിൽ അവൻ നല്ല ഗെയിമർ ആയിരിക്കാം, നമ്മളിനി കാണാൻ കിടക്കുന്നതേ ഉള്ളായിരിക്കാം. പക്ഷെ എന്തായാലും എല്ലാവരുടെയും അവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു കാലിബർ വെച്ചിട്ട് ഇനി ഈ ആഴ്ചയാണെങ്കിലും അടുത്തൊരു 1.5 ആഴ്ചത്തേക്ക് എങ്കിലും അവിടെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം നനഞ്ഞ പടക്കം ടൈപ്പ് പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളെ ഊതി പിരിപ്പിച്ചുണ്ടാക്കാൻ പോകുന്ന ടൈപ്പ് അടികളും അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് തന്നെ ബിഗ് ബോസ് ഇവർക്ക് ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് ബേബി സർക്കസ് കുറച്ച് ഡാൻസ് അല്ല. ബേബി സർക്കസ് വാസ് ലൈക്ക് പവർ ടീം ടാസ്ക് ആയിരുന്നു. അത് മാറ്റി വെക്ക്, ഞാൻ അതല്ല പറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രൈം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ജിൻഡോ രാത്രി വന്നിട്ട് യമുന റാണിയുടെ അടുത്ത് പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലായിരുന്നോ? നോറ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരണം എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോ തുടങ്ങി. വളരെ എവിഡന്റ് കുത്തിത്തിരിപ്പായിരുന്നു. അത് കുത്തിത്തിരിപ്പിന്റെ സംഭവം മാറ്റി വെക്ക്. ഞാനിപ്പോ പറഞ്ഞ റോക്കി അതിനകത്ത് ഇല്ല. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നനഞ്ഞ പടക്കം അല്ലെങ്കിൽ ചെറിയ പൊട്ട പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്ന ടൈപ്പ് പ്രശ്നം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അത് റോക്കി ഉള്ളപ്പോഴും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. റോക്കി രണ്ടും ചെയ്തു. ബാക്കി ആരും കോൾ ഔട്ട് ചെയ്യാൻ ധൈര്യമില്ലാത്ത
പ്രശ്നങ്ങളെയും റോക്കി കോൾ ഔട്ട് ചെയ്തു, ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും call out ചെയ്തു. എവിടെയാണ് പ്രശ്നം വരുന്നത്? ഇപ്പൊ ഈ ഫൈറ്റ് തന്നെ നടന്നത് എന്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്? ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് ചൂടാക്കി കഴിക്കുന്നതാണ് പ്രശ്നം. അവിടെ ക്ലിയർലി പറയുന്നുണ്ട് റോക്കി ഇവിടെ വേറെയും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇഫ് യു വാണ്ട് യു ഈറ്റ് ഇറ്റ്. ചൂടാക്കി കഴിക്കാൻ താല്പര്യമുള്ളവർ ചൂടാക്കി കഴിച്ചാൽ മതി. ഹി വാസ് unnecessarily picking that fight. തീർച്ചയായിട്ടും. And also one thing I don't understand, why these men in Big Boss every time after a violence they'll grow and cry like അയ്യോ ബിഗ് ബോസ് എനിക്ക് ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും എനിക്കും ഒരു ഫോം ഓഫ് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായ സമയത്തും when they do the violence like yeah I did it, now I'm ready to go out and all. കുറച്ച് കഴിഞ്ഞ് ഒന്നെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയി അല്ലെങ്കിൽ സീക്രട്ട് റൂമിൽ പോയിട്ട് ബിഗ് ബോസ് എന്നെ ഒന്ന് തിരിച്ച് കയറ്റി വിടും, എന്റെ കയ്യിൽ നിന്ന് പോയതാ, എനിക്ക് അവരെ മിസ്സാവുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്ക് അറിയില്ല, എന്നാൽ പോലും വെറുതെ ചോദിക്കുന്ന. അതായത് ഇപ്പോൾ റോബിൻ ആണെങ്കിലും റോക്കി ആണെങ്കിലും ഇവര് നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ഒരു ഫ്ലിപ്പ് നടക്കുന്നുണ്ട്. രജിത്താണെങ്കിലും മലയാളികളുടെ RRR ആരാണെങ്കിലും ഇവരകത്ത് പോയിട്ട് ഈ കരയുന്നതിന്റെ ഇടയ്ക്കുള്ള ഫുട്ടേജ് നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരകത്ത് കയറുമ്പോഴത്തേക്കും മറ്റേ ലീഗൽ ആസ്പെക്ട് ഒക്കെ പറഞ്ഞ് അങ്ങ് പേടിപ്പിച്ച് കളയുന്നുള്ളത്? No, I don't think so. I don't think so. ഇതാ റിയലൈസേഷൻ അടിച്ചു കിട്ടുന്നതാണ്. എന്റെ ഓപ്പർച്യൂണിറ്റി, ഞാൻ പുറത്താവാൻ പോവാണ്. കാരണം അടിക്കുമ്പോഴും അവര് വിചാരിക്കുന്ന സാധനം അവരെന്തോ വലിയ സാധനമാണ്, അതുകൊണ്ട് അവരെങ്ങനെങ്കിലും പിടിച്ചു നിർത്തും. എനിക്ക് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വരും. ഇതിനു മുമ്പ് ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ എനിക്ക് ഒരു എക്സെപ്ഷൻ വരും, ബിക്കോസ് ഐ എം സോ ഗുഡ്, ഐ എം ഡൂയിങ് സംതിങ്. എനിക്ക് ഈ ഗെയിമിലൊരു മേജർ പാർട്ട് ഉണ്ട് എന്ന് ആ ഒരു അഹങ്കാരം തോന്നുമ്പോഴാണ് ഇതുവരെ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ ദ മൊമെന്റ് ദേ റിയലൈസ് ദേ fucked up, അവർ എവിക്റ്റ് ആവാൻ പോവാണെന്ന് മനസ്സിലാവുമ്പോൾ they'll start like അയ്യോ എന്നെ തിരിച്ചെടുക്കും, എൻ്റെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാട്, ഞാൻ സെറ്റിൽ പോയി നേരുന്ന തെണ്ടി വാങ്ങിയ ഓഫറാണ് എന്നൊക്കെ. ഇതിൻ്റെ അകത്ത് എനിക്ക് ആഡ് ചെയ്യാനുള്ള മെയിൻ പോയിന്റ് എന്താണെന്നറിയോ? ലൈക്ക് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് ഇസ് ബിഗ് ബോസ് ഇസ് ട്രൈങ് ടു control the game too much. എന്നിട്ടില്ല തേർഡ് വീക്കിൽ തന്നെ your strongest contestant fucked it up and your case is fucked. സത്യം എനിക്ക് അത് പറയാൻ വരുന്നത് കർമ്മയാണ്. കാരണം ഇത്രയും കൺട്രോൾ ചെയ്തിട്ട് അവസാനം എന്ത് പറ്റി? ഒരാൾക്കിട്ട് കൊടുത്തു, അവിടെ എല്ലാം തീർന്നു. കാരണം ഇത്രയും കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട്. പിന്നെ ആഡിങ് ടു ദ പോയിന്റ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, ദാറ്റ് ഇസ് ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോ he needs to address Rocky's anger issues. To a certain level, prop destruction was addressed. പക്ഷെ anger issue was addressed in a very fucked up way was my initial point. Fucked up way as in അത് കുറച്ച് അത് പറയേണ്ട ആ ഒരു ഗൗരവത്തിൽ പറഞ്ഞില്ല. ലൈക്ക് കുറെ ആൾക്കാരുടെ അടുത്ത് ലാലേട്ടൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നമ്മളിവിടെ സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണെന്നാണ് കുറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ റോക്കിയുടെ കേസിൽ അതും യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് സംബഡി വിത്ത് എ ബൈപോളാർ ഡിസോർഡർ കൈൻഡ് ഓഫ് തിങ്. ലൈക്ക് ഒരു സമയത്ത് ഇങ്ങനെ ആയിരിക്കും, ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് റോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തീർച്ചയായിട്ടും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. In that note, why would you go trigger him? Why would instead tell him like, you know, you need to practice some calmness? Instead you were like, ഞാനാണെങ്കിൽ ഇടിക്കും. ലാലേട്ടൻ പറഞ്ഞു I'll give you a punching bag. Yeah. He was like, okay, I'll favor your angerness, I'll give you a solution to that. അപ്പോൾ ഈ പഞ്ചിങ് ബാഗ് പിന്നെയും ഒരു സ്റ്റാർട്ടാണ് ഈ ആങ്കർ ഇഷ്യൂവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സച്ച് എ ബാഡ് തിങ് ടു സേ. പക്ഷേ എല്ലാവരുടെ അടുത്തും ലൈക്ക് മൈ പോയിന്റ് ഈസ്, കുറേ ആൾക്കാർ ഹൂ ഹാവ് ആങ്കർ ഇഷ്യൂസ് അവരുടെ അടുത്തൊക്കെ പോയിട്ട് ലാലേട്ടൻ വുഡ് സേ, ഇവിടെ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഓവറായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ കൺട്രോൾ ചെയ്ത് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടി വരുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ റോക്കീസ് കേസ് അല്ല, എനിക്ക് അത് മാത്രമല്ല, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പഞ്ചിങ് ബാഗ് പറയുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വെറുതെ പറഞ്ഞ അതൊരു സർക്കാസ്റ്റിക് വേയിൽ പറഞ്ഞാണ്. I'm not blaming it on him. I am saying no, see, there is nothing on Lalaton here. I am just saying on the perspective of Rocky's case, like from his perspective. Like ഞാൻ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ഒരാൾ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ, അതെ നീ ഒന്ന് അടിക്കുന്ന പറഞ്ഞാൽ അത് അവൻ ചെയ്യുമ്പോ അവന് കിട്ടാവുന്ന ഹീറോയിസം അതൊക്കെ. കാരണം for me it's like I can hear Rocky is abusing too much. അത് എഫേർട്ട് അല്ലെന്ന് എനിക്ക് ക്ലിയർലി അറിയാം.
കുറെ മലയാളം വേർഡ്സ് മ്യൂട്ട് ആവുന്നുണ്ട്. ആൻഡ് സംബടി ഏറ്റവും അടുത്ത് വന്നിട്ട് നിന്റെ മുഖം അടിച്ച് പല്ല് ഞാൻ തെറിപ്പിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് പോലും ഐ റിമെമ്പർ ലാലേട്ടൻ എൻ്റെ അടുത്ത് എഫേർട്ട് യൂസ് ചെയ്തതിന് എൻ്റെ അടുത്ത് എത്രമാത്രം ദേഷ്യം. ദാറ്റ് വാസ് നെസസറി അറ്റ് ഓൾ. വെച്ചിട്ടുള്ള ബാക്കിയൊക്കെ നല്ല മ്യൂട്ട് ആവുന്നുണ്ട്. അത് ആരും പറഞ്ഞാലും ഒന്നും പറയുന്നില്ല. എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് ബാഷിംഗ് കിട്ടുന്നില്ല? മലയാളത്തെ തെറികൾ തെറിയല്ല, മലയാളത്തിൽ എഫേർട്ട് പറഞ്ഞാൽ ഭയങ്കര തെറി. മലയാളം തെറി ആർക്കും എവിടെയും പറയാം. എഫേർട്ട് ഈസ് സോ പ്രോബ്ലമാറ്റിക്. Wow. I swear. I mean, some people just want to abuse in English, bro. What's your problem? ഓ ദാറ്റ് അഗൈൻ നമ്മൾ ഇംഗ്ലീഷിൽ അബ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ നമ്മുടെ Socialize. അല്ല, നമ്മുടെ ഇംഗ്ലീഷ് ഫേക്ക് ഇംഗ്ലീഷ് ആണ്. Fake അപ്പൊ English. ഈ ഒറിജിനൽ ഇംഗ്ലീഷ് കണ്ടുപിടിച്ചവന്റെ വല്ല പുസ്തകമോ വല്ല ഉണ്ടെങ്കിൽ ഞങ്ങളെ വായിച്ച് പഠിച്ചിട്ട് ഇനി ഒറിജിനൽ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. I am genuinely trying to talk more in Malayalam now. അത് ഞാൻ കാണുന്നു. I am genuinely trying. Fuck. അത് മലയാളത്തിൽ പറയണത് ആണോ? ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ഞാൻ കുറച്ചധികം ശ്രമിക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു. നീ സാധാരണ മലയാളത്തിലെ സംസാരിക്കണ നീ കണ്ടോർക്കും അറിയാം, നമുക്കും അറിയാം. I mean, See, it's our choice. yeah. It is your choice. I mean, no, It is your but I feel like the comment section had some sense to it. എക്സാക്ട്ലി. അതാ എനിക്ക് കോമന്റ് സെക്ഷനിൽ ഞാൻ ഈ മലയാളം പറയുന്നവരോട് ചില ആൾക്കാർ ലൈക്ക് നീ മലയാളം മീഡിയം സ്കൂളിലല്ലേ പഠിച്ച, മലയാളം പറഞ്ഞൂടെ? അതെ. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് മലയാളം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ആൾക്കാരെ വി ട്രൂലി അണ്ടർസ്റ്റാൻഡ്. വി ആർ ട്രൈങ്. വി അപ്രീഷിയേറ്റ് ദാറ്റ് യു ആർ കമന്റിംഗ് ഇറ്റ്. എക്സാക്ട്ലി. മലയാളം ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ പറയാൻ ശ്രമിക്കൂ എന്ന് പറയുന്നത്. See, that's a very Valid comment. മര്യാദപരമായാണ്. അല്ലാതെ നിനക്കൊക്കെ ഫേക്ക് ഇംഗ്ലീഷ്, നിന്നെയൊക്കെ എവിടെ പെറ്റിട്ടത് അറിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ? I felt like എന്റെ അവിടുത്തെ ഏറ്റവും വലിയ മണ്ടത്തരം I was addressing in language issue. Blah 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 blah. English. So probably that made sense. And I felt like that was constructive criticism. And I'm genuinely now trying to speak in more Malayalam. And the truth is that we are naturally like this. നമ്മൾ ഇങ്ങനെ ഇതിന് വേണ്ടി ശ്രമിച്ച് ഇംഗ്ലീഷ് പറയുന്നതോ ഒരു ആക്സന്റ് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല. നാച്ചുറലി നമ്മൾ കോൺവെർസേറ്റ് ചെയ്യുമ്പോഴും മലയാളവും ഇംഗ്ലീഷും കലർന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് ലൈക്ക് ദിസ്. CBSE പഠനം ഗൈസ്. ടീച്ചർ പറഞ്ഞു ഇംഗ്ലീഷ് മലയാളം സംസാരിച്ചാൽ യെല്ലോ കാർഡ് തരുമെന്ന്. ഒരാൾക്ക് ഇംഗ്ലീഷ് പറയാൻ പാടില്ല എന്നൊന്നുമില്ല. അതൊരാളും കഷ്ടപ്പെട്ട് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത് ദാറ്റ്സ് ഗ്രോത്ത്. യു ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. തീർച്ചയായിട്ടും. ഓക്കെ, എനിക്കൊരു നമ്മൾ കുറച്ച് തെന്നി മാറി. എന്നാലും നിങ്ങൾ പറഞ്ഞ ഒരു മെയിൽ ഈഗോയുടെ ഒരു സംഭവം പറഞ്ഞില്ലേ, അതിനെ ശരിവെക്കാൻ ഞാൻ വേറൊരു ഈ സീസണിൽ നടന്ന ഒരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. വീക്ക് 1 ജിൻഡോയ്ക്ക് മണ്ടൻ അവാർഡ് കൊടുക്കുന്നു. വീക്ക് 2 ജിൻഡോ ആ ഒരു ആഴ്ച ജിൻഡോ കിടന്ന് പരിശ്രമിക്കല് നിങ്ങൾ കണ്ടായിരുന്നോ? എന്നിട്ട് അത് കിട്ടി, അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് അവൻ പറഞ്ഞു ഒന്ന് പൂവിടിച്ച് എന്നെ കൊണ്ടോ. അത് കണ്ട് എന്റെ ഹൃദയം ഒന്ന് എല്ലാരും കരഞ്ഞു. അത് കണ്ട് കേരളക്കര കരഞ്ഞു. അപ്പൊ അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ലാലേട്ടൻ പോലെ ഒരാൾ വന്നിട്ട് പറയാം ഞാനാണെങ്കിൽ ഞാൻ ഇടിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അത് മെയിൽ ഈഗോനെ കൊള്ളും എന്ന് നിങ്ങൾ പറയുന്നതിനെ ശരിവെക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഒരാഴ്ച മുന്നേ നടന്ന് നിങ്ങൾ അതിനെ റീലിലും നമ്മളെല്ലാവരും, നിങ്ങളെന്നല്ല പറയുന്നത്, നമ്മളെല്ലാവരും അതിനെ റീൽസിലും അവിടെ ഇവിടെയുമായിട്ട് ആഘോഷിച്ചു. നിങ്ങൾ കണ്ട ആ ഗുഡ് സൈഡിന്റെ അല്ലെങ്കിൽ ഒരു പരിശ്രമത്തിന്റെ സൈഡിന്റെ ഈവിൾ വശമാണ് തൊട്ടടുത്ത ആഴ്ച നിങ്ങളിപ്പോ കണ്ടത്. എനിക്ക് മനസ്സിലായി. 120 പേജിന്റെ നോട്ട്ബുക്കിൽ വരച്ചതാണ് നമ്മളിപ്പോ. 120 പേജിന്റെ നോട്ട്ബുക്കിൽ 2 പേജിൽ എഴുതി. ബാക്കി 118 പേജുകൾ. പറഞ്ഞതിന് തെറ്റൊന്നുമില്ലല്ലോ. കാരണം ഇപ്പൊ കാണുന്ന ജിൻഡോനെയും ഇതിനു മുമ്പ് കണ്ട ജിൻഡോനെയും തമ്മിൽ ഒട്ടും റിലേറ്റ് ചെയ്യാൻ അത് നമ്മുടെ വരുന്ന സെക്ഷനാണ്. പക്ഷെ ഇനിയുള്ള ടോപ്പിക് പറഞ്ഞോളൂ. അപ്പൊ ഈ സെഗ്മെന്റ് അല്ല ഈ ഒരു ടോപ്പിക് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റോക്കിയുടെ എവിക്ഷൻ എന്നുള്ള ആ ഒരു സംഭവം, റോക്കി ഇടിച്ചതും റോക്കി പുറത്തായതും വരെയുള്ള സംഭവം നമ്മൾ മാറ്റി വെച്ചിട്ട് മൂന്നാമത്തത് ഇതിനെ ഒരു മൂന്നാമത്തെ ടോപ്പിക് ആയിട്ട് വിളിക്കുന്ന ഒരു സബ് ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ബട്ട് സ്റ്റിൽ കോൺവെർസേഷൻ കുറച്ച് ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. റോക്കിയുടെ എവിക്ഷൻ കഴിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഡബിൾ സ്റ്റാൻഡേർഡ് നാടകം. റോക്കിയുമായിട്ട് ഒരു തവണ മിണ്ടാത്ത ആൾക്കാർ കരയുന്നു, റോക്കിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ നെഞ്ചി തല്ലി കരയുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഇതൊക്കെ ആരാണ് ഇവരെയൊക്കെ കോൾ ഔട്ട് ചെയ്യാൻ?
ഇവരെയൊക്കെ കോൾ ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ സ്പേസ് ഇതാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് അങ്ങനെ കത്തില്ല. ജാസ്മിനും ഗബ്രിയും അത് എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ രക്ഷപ്പെട്ടെ എന്നുള്ള ഒരു മുഖഭാവം മാത്രം കാണിച്ചായിട്ട് എനിക്ക് കത്തിയുള്ളൂ. എഡ്യൂക്കേറ്റ് മീ. നിങ്ങൾ എനിക്ക് പറഞ്ഞു, ഇതിനകത്ത് എനിക്ക് പോയിന്റ് ആഡ് ചെയ്യാനില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ ഇതെന്താ ശരിക്കും സംഭവം. ഇവിടെ ആരൊക്കെയാ ഡബിൾ സ്റ്റാൻഡേർഡ്സ് കാണിച്ചു നിങ്ങൾക്ക് വന്നേ? ഒന്ന് റോക്കിയുടെ ടീം ആസെറ്റ്, അവരായിരുന്നു ഏറ്റവും അഫക്റ്റഡ്. അവര് മുമ്പ് ദേവ പ്ലാനിങ് നമുക്ക് അടുത്തത് പവർ ടീമിൽ കയറണം, നമ്മുടെ ഇവിടുന്ന് ഒരു ക്യാപ്റ്റൻ വേണം ഒക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. എന്നിട്ടാണ് ഇവ പണി ഒപ്പിച്ച് പോകുന്നത്. ഉടനെ ദേ ആർ ലൈക്ക് നെഞ്ച് തല്ലി കരയുന്നു, അയ്യോ റോക്കി പോയി, റോക്കി എന്തിനാ പോയി, അവൻ എന്താ ചെയ്തത്. പക്ഷെ ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അവിടെ സിജോയ്ക്ക് ഒരു പ്രശ്നമില്ല, അതുകൊണ്ടും കൂടെ ആയിരിക്കാം. സിജോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എതിരെ നിന്നേനെ. സിജോയ്ക്ക് പ്രശ്നം ഇല്ലാത്തതും കൊണ്ടുകൂടി എല്ലാവരും ഇസ് ലൈക്ക് സോ മച്ച് വീപ്പിംഗ്. ആൻഡ് ഫ്ലിപ്പ് സൈഡ് ഡബിൾ സ്റ്റാൻഡേർഡ് എവിടെയാ വരണേന്ന് വെച്ചാൽ ഇത് ഇത്രയും നടന്ന് അവന് സപ്പോർട്ട് കൊടുക്കുന്നു, നോമിനേഷൻ വരികയാണ്. അത് കഴിഞ്ഞ് നോമിനേഷൻ വരുമ്പോൾ ഈ ഗബ്രീനെയും ജാസ്മിൻ്റെയും പേര് പറഞ്ഞിട്ട് ദേ ആർ ലൈക്ക് മെയിൻലി അൻസിബ വന്നിട്ട് പറയുന്നു വളരെ നീചമായിട്ട് ബാക്കിയുള്ളവരെ വേദനിപ്പിച്ച് നോവിപ്പിച്ചുള്ള പ്രകടനമായിരുന്നു അവരുടെ. അവരെ എനിക്ക് തീരെ പറ്റില്ല, അവരുടെ മുഖം കാണണ്ട. അതെ 10 വോട്ട് കിട്ടി. നമുക്ക് പറയാം, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ഒരു കാര്യം ഇവിടെ റോക്കി ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് വിച്ച് ഇസ് എ ത്രെറ്റ് ടു എവറി സിംഗിൾ വൺ ഓഫ് ദം ആൻഡ് ടെല്ലിങ് സംബഡി എൽസസ് കേസ് വിച്ച് ഇസ് അങ്ങനെ അവർ ചെയ്യാത്തൊരു കാര്യത്തിനെ എടുത്തിട്ടിട്ട് അങ്ങനെ ഒരു നീചമായ കാര്യമോ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഗബ്രിയോ ജാസ്മിനോ ഒന്നും കാണിക്കുന്നില്ല, ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ല. അൻസിബ മെയ്ഡ് ഫാക്ട് ദാറ്റ് ഷീ വാസ് വെരി അൺകംഫർട്ടബിൾ വിത്ത് ഇറ്റ്. പക്ഷെ അതൊരു ക്രൂരതയല്ല, ആരെയും ദ്രോഹിക്കുന്നില്ല, മനസ്സിലായില്ലേ. പക്ഷെ അതാണ് ഭയങ്കര അതിലങ്ങ് വിതുമ്പി പറയുന്നു. പക്ഷെ ഇവിടെ റോക്കി ഒരാളെ ഇടിച്ച് പരത്തിയിട്ട് അവന് വേണ്ടി കരയുന്നു. അതും സിജോയുടെ തൊട്ടടുത്ത് നിന്നിട്ടാണ് അർജുൻ കരയുന്നത്. സിജോയുടെ ഐസും വെച്ചിരിക്കുക അവളും തടവി. ഞാൻ നോക്കുമ്പോ അർജുന് പറഞ്ഞിട്ട് കാര്യമില്ല, അതല്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിജോ ഇത് കഴിഞ്ഞിട്ട് ഐ ലവ് യു റോക്കി എന്നാണ് പറയണേ. പിന്നെ ഇവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ സിജോക്ക് ഇത്രയും നിലപാട് പ്രോപ്പറായിട്ട് കാര്യങ്ങള് സംസാരിക്കുന്ന സിജോക്ക് ഇങ്ങനെ പറയായിരുന്നു, റോക്കി ചെയ്ത തെറ്റ് തന്നെയാണ്. No, Sijo is trying to act all nice. വാത്സല്യം മമ്മൂട്ടി കളിച്ചതാണെന്ന് എനിക്ക് കാരണം ഇതുണ്ട്, ഫിസിക്കൽ അസോൾട്ട് ചെയ്താൽ കരഞ്ഞു നാറി അവനെ പുറത്താക്കണം എന്നല്ല പറയേണ്ടത്. സിജോന്റെ വലിയ മനസ്സ് നോക്കൂ. ഐ എം സീയിങ് ഓൾ ഓഫ് ദാറ്റ്. I was so sure that somebody is going to win because majority of the fucking Keralites are fucking like supporting him and and that was my chance. And also it was also against the rule, and also that was my chance to kick him out of the show. To get something that I always wanted from the day one. I made it. Game changer. തീർച്ചയായിട്ടും ഗെയിം ചേഞ്ചർ തന്നെയാണ്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, സിജോ അവിടെ വലിയേട്ടൻ കളിച്ചപ്പോൾ you had a ball. You had a ball. Exactly. I was so disappointed because of that nobody had a ball when the ഏറ്റവും മുകളിൽ നിന്ന contestant got kicked out. മനസ്സിലായി. I mean നമ്മളൊരു സാധനം കാണുമ്പോ ഇച്ചിരി എന്റർടൈനിങ് ആവുന്നത് എല്ലാവരും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. കാരണം വീക്ക് 3 ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ വേഴ്സ്റ്റ് പാർട്ട്. ഓൾറെഡി ഓൾ ദിസ് തിങ്സ് ഇതെല്ലാം നടന്നത് ഈ 3ാമത്തെ ആഴ്ചയാണ്. ലവ് സ്ട്രാറ്റജി, ഫിസിക്കൽ അസോൾട്ട്, സ്ട്രാറ്റജി കൂടിപ്പോയി, എല്ലാം നടന്നു. എന്ന് പറയുന്നത് ഹാഡ് എ ബോൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റോക്കി പോയതിൽ ഒരു സന്തോഷ പ്രകടനം അവിടെ നടന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. തെറ്റിന് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയെന്നറിയോ? റോക്കി ചെയ്തത് തെറ്റാണ്, ഇടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ റോക്കി കുറെ പ്രാവശ്യം പറഞ്ഞു കൈവയ്ക്കല്ലേ കൈവയ്ക്കല്ലേ, എന്നാലും സിജോ വീണ്ടും നിങ്ങൾ ഈ അലക്കി വെളുപ്പിക്കുകയാണ് ചെയ്തത് ഈ ഇടിച്ച ഇടിയെ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള 18 ഇപ്പൊ എത്ര പേര്, 18 പേര്, 17 പേര്, ലെറ്റ്സ് സേ 15, ഈ 15 പേരും ഇതേ നിലപാടിലാണ് നിൽക്കുന്നത്. ആരും എനിക്ക് ജാസ്മിന് മാത്രം അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. അവരുടെ ഒരു കോൺവെർസേഷൻ ഞാൻ ലൈവിൽ കേട്ടത്, എടാ ഇതിനാണ് ഞാൻ ഒരു കാര്യം പറയാം പക്ഷെ അത് ഒഫൻസീവ് ആവുമെന്നറിയില്ല, അതന്നെ ദൈവമുണ്ട് എന്നുള്ളൊരു സംഭവം അതിലിട്ടു. അവരുടെ പേഴ്സണൽ വിജയമായിട്ടാണ് അതിനെടുക്കുന്നത്. എഗൈൻ അവര് അപ്പോഴും സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നും ഗെയിം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നത് റോക്കി എത്തുമെന്നുള്ളത് ഉറപ്പായിരുന്നു. സോ ഇവർക്ക് ഒരു പ്ലേസ് ഒരാൾക്ക് കയറാൻ പറ്റും എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഒരാള് പോലും
ഇവൻ ചെയ്തത് ഇത്രയും വലിയ തെറ്റാണ്, തെറ്റാണെന്ന് ഇത് എത്രത്തോളം ഒന്ന് balls-ഓടെ വീട്ടിൽ കേറി പറയാൻ ആരുമില്ല. നിൽക്കുന്നവരെ ബാധിക്കാം, ഇത് കാണുന്ന ആൾക്കാരെ ബാധിക്കാം. ഇതൊന്നൊരൊറ്റ മനുഷ്യൻ, ഇവർക്ക് ഇത് അറിഞ്ഞുകൂടാത്തോണ്ടാണോ ഇവരിത് മനഃപൂർവ്വം പറയാത്ത? അല്ലെങ്കിൽ സിജോന് അത്രമാത്രം സിജോ സർജറിക്ക് വേണ്ടി പുറത്തിറങ്ങേണ്ടി വന്നു. അത് റോക്കിന് കാരണമാണ്. എന്നിട്ടും nobody has a problem with Even it. he doesn't have a problem. Exactly. What surgery Sijo needs at this point right പറഞ്ഞിട്ടില്ല. now? അതിന്റെ ആക്ച്വലി സിജോ പറയുന്നുണ്ട് സിജോയ്ക്ക് Tonsil ഉണ്ട്. ഉണ്ട്. അതിന്റെ സർജറി ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതായിരിക്കും സാധ്യതയില്ലല്ലോ. പക്ഷേ അതല്ലെങ്കിൽ പിന്നെ എന്താ പല്ല് പോയതോ? മനസ്സിലാക്കാൻ പറ്റും. ഐ ഫീൽ ലൈക്ക് ഈ പോയിന്റിൽ നമുക്ക് ചെറിയൊരു സാധനം, ഇഫ് ദിസ് ഇസ് ട്രൂ, നമുക്ക് ഈ ഒരു ഫാക്ടർ ദാറ്റ് ഇസ് ഹിസ് കം ബാക്ക്, ഹൗ ഫാസ്റ്റ് ഇസ് ഹിസ് കം ബാക്ക്, വി കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അവിടെ അപ്പോഴും ഉള്ള ഒരു ലൂസ് ത്രെഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഇസ് റിഗാർഡിങ് എ ലൂസ് ടീത്ത്, then he can still come back fast. മൈ ഓൺലി പ്രോബ്ലം ഇസ്, ഇതൊന്നുമല്ല നിങ്ങൾ ഈ പറയുന്ന ഒരു സർജറിക്ക് എടുക്കുന്ന സമയം, ഇതൊന്നുമല്ല. പറഞ്ഞു തീർക്കട്ടെ. അതായത് പുള്ളിയുടെ ഏതോ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എത്ര പ്രോട്ടോകോൾ ആണെങ്കിലും അഖിൽ മാരാറും ഇതേപോലെ പുറത്ത് പോയി തിരിച്ചു വന്ന് ഷിജുവിന്റെ അടുത്ത് പുറത്ത് അടിപൊളിയാ, പുറത്ത് പോസിറ്റീവാ, ഷിജുചേട്ടാ ഞാൻ തകർക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഒരു സീൻ നമ്മൾ ഓർമ്മയില്ലേ? അതേപോലെ ഈ പുറത്തുനിന്ന് തന്നെ ഈ പുള്ളിയാണ് ഇത്തവണ ഇവൻ ഇൻഫർമേഷൻ പാസ് അല്ല, ഒരു പുള്ളി അത് പാസ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? നമുക്ക് എന്താ ഉറപ്പ്? അതാണ് ഞാൻ പറയാൻ വന്നത്. പണ്ട് ഇതുപോലെ ബിഗ് ബോസ് ഇതുപോലെ ഗെയിം മാറ്റിയിരുത്തി കാണിപ്പിക്കുന്ന ഏർപ്പാടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇവർ അതിനുവേണ്ടി സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് സിജോനെ കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദർ ഇസ് എ ചാൻസ് ഈ വരുന്ന ചേട്ടൻ വഴി ഇൻഫർമേഷൻ കിട്ടാതിരിക്കാം. പക്ഷെ ബിഗ് ബോസ് അതിനുവേണ്ടി ഇത് മൊത്തം പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഹിസ് സിറ്റുവേഷൻ വാസ് സോ നീരിച്ചിരിക്കുകയാണ്. നീര് വന്നെങ്കിലും പല്ല് പോയെങ്കിലും സിജോൻ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു പ്ലോട്ട് ഉണ്ടായി. റോക്കി മാത്രമല്ല സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പുള്ളിയുടെ മുഖം കണ്ടപ്പോ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. കാരണം നല്ല രീതിയിൽ സ്വെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു സർജറിയിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ എല്ലാവരും ഒരേപോലെ ഞെട്ടി. ഞാൻ പറയുന്നത് ജാസ്മിന്റെ ഇവിടെയാണ് മെയിൻ സാധനം. ജാസ്മിന്റെ വാപ്പ വഴി ഇൻഫർമേഷൻ കിട്ടാമെങ്കിൽ ഒരു ഇടി കൊണ്ട് പുറത്തു പോകുന്ന ആൾക്കും കൂടെ ഇൻഫർമേഷൻ കിട്ടട്ടെ. അതിലിപ്പോ എന്താ അൺഫെയർ എന്ന് ഇത് തന്നെ ഞാനും പറഞ്ഞോളൂ. എന്റെ ഡൗട്ട് ഇത്രേ ഉള്ളൂ, ഇത് ബിഗ് ബോസ് ഒരുക്കി കൊടുത്തതാണോ അതോ ഇനിയിപ്പോ പുറത്തുനിന്ന് വരാൻ പോകുന്ന ആളുടെ അടുത്ത് ഓബ്വിയസ് ആയി കിട്ടുന്ന രീതിയിലേക്കാണോ പുള്ളിക്ക് ഇൻഫോ? എങ്ങനെ ഇനി ഇൻഫോ കിട്ടുന്നതെന്ന് മാത്രമേ നമുക്ക് ഡിസൈഫർ ചെയ്യാം. അത് നമ്മൾ ഡിസൈഫർ ചെയ്തെങ്കിലും കുഴപ്പമില്ല. ഏതോ വേസ് ഇൻഫോ കിട്ടും. അവരങ്ങനെ ഒരിക്കലും പുറത്തുനിന്ന് സിജോ നല്ല പൊട്ടൻഷ്യൽ പ്ലെയർ ആണ്. ഈ പുറത്തുനിന്ന് വരുന്ന ആൾ പറയും എടാ മാറ്റി പിടിച്ച ഒരു എക്സ്പ്രഷനിൽ മതി സിജോ. എല്ലാം പോട്ടെ, ഒരാള് പുറത്തുനിന്ന് വന്നിട്ട് ജബ്രി എന്ന് കാണിച്ച അടുത്ത പ്ലോട്ടായി അവരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. എസ്പെഷ്യലി സിജോ നല്ല PR ഒക്കെ നല്ലവണ്ണം ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല ബുദ്ധിയുണ്ട്. കാര്യങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അയാൾക്ക് അറിയാം. നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇനി വേറെ സ്ട്രോങ് പ്ലേയേഴ്സ് ഇല്ല. അതുകൊണ്ട് അയാൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി അങ്ങനെ നന്നായിട്ട് ഞാൻ ഫുള്ള് കണ്ടില്ല. ഞാനും ഫുള്ള് ഇത്ര കോണ്ടന്റ് ഇല്ലായ്മ വരുന്നത് തന്നെ ഹൗ സാഡ്. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ പോവാം. ഇപ്പൊ റോക്കിയുടെ വിടവ് അത് നല്ല രീതിക്കാണെങ്കിലും മോശം രീതിക്കാണെങ്കിലും റോക്കി അവിടെ ഒരു വേവ് തന്നെ ഉണ്ടാക്കിയത്. റോക്കിയുടെ വിടവ് നികത്താൻ ഇപ്പൊ അവിടെ ഉള്ള വാഴകളെ കൊണ്ട് തൽക്കാലം അടുത്തൊരു ഒരാഴ്ചക്കുള്ളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോക്കി ഫാൻസ്. പക്ഷെ നമ്മൾ പറയുന്നുള്ളൂ പുള്ളി അവിടെ കിടന്ന് ഉണ്ടാക്കിയ ഓളം അത് നല്ല രീതിയിലും മോശം രീതിയിലും ചെയ്തിട്ടുണ്ട് പുള്ളി. പക്ഷെ അത് ഇനി അത്രയും ലെവലിലോട്ട് അല്ലെങ്കിൽ അത്രയും ഇന്റൻസിറ്റിയിൽ ഇനി കുറെ പെർസ്പെക്ടീവ്സ് ഒക്കെ കയറി വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ അതോടുകൂടി അത് നമ്മൾ ശരിവെച്ചുകൊണ്ട് ആ ഒരു പോയിന്റ് മാത്രം നമ്മൾ ശരിവെച്ച് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് നിങ്ങളിപ്പോൾ കേട്ടതാണ്. അത് വെച്ച് ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾസോ വൺ തിങ് ടു ആഡ് ഇൻ ദാറ്റ്, ഇനിയും അങ്ങനെയുള്ള പ്ലോട്ട് വരാം. പക്ഷെ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതാണ്. ബട്ട് യു ബ്രിങ് വൈൽഡ് കാർഡ്സ് ഹു ആർ വൈൽഡ്. സോ ഐ വോണ്ട് യു. അങ്ങനെ നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. അതായത് റിയ സലീം, നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും അതിനകത്ത് പോയാൽ ഇതുപോലൊരു ഓളം അതിനകത്ത് ഉണ്ടാവുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളല്ലാത്ത
I actually don't know. I have no idea. പ്രീവിയസ് കണ്ടസ്റ്റൻസ് ആണെങ്കിലോ? Oh, previous contestants ആണെങ്കിൽ for sure. Number 1 being Riyaz Salim. Land. Hello. ഈ സെൽഫ് ബ്രാൻഡിങ്ങിന് ഒരു അന്ത്യമില്ലല്ലോ guys. Okay, fine. നിങ്ങളല്ലാത്ത എന്നാൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ പൊളിക്കും എന്ന് തോന്നുന്ന ഒരു എക്സ് കണ്ടസ്റ്റന്റിന്റെ രണ്ടുപേരുടെ പേരും എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് I feel like I don't have an abhiprayam for that. So, one thing, എനിക്ക് ഗെയിം പെർസ്പെക്റ്റീവിൽ ഗെയിം അത്രയും ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. ഗെയിം ചിന്തിക്കുന്ന കണ്ടസ്റ്റൻസ് ഞാൻ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിട്ടില്ല. ഈവൻ ബിഗ് ബോസ് മൈറ്റ് ബി തിങ്കിങ് ഓഫ് എൻ ഐഡിയ ഓഫ് മേ ബി ബ്രിങ്ങിങ് 3 ex-contestants together into the show. അവർ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ വാട്ട് ദേ ആർ ഫീലിംഗ് ഇസ്, അവർക്ക് ചിലപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന 4 കണ്ടസ്റ്റൻസ് 6 സീസണായിട്ടും ആയിട്ടില്ല എന്നവർക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ അവർ ഓൾറെഡി ഡിസ്കസ്, കാരണം ഹിന്ദി ബിഗ് ബോസിൽ അങ്ങനെ നടക്കാറുണ്ട്. വെൻ ദേ റിയലൈസ് ഷോ അത്ര അടിപൊളിയായിട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് 4 വൈൽഡ് കാർഡ് 4 എക്സ് കണ്ടസ്റ്റൻസിന് 4-5 എക്സ് കണ്ടസ്റ്റൻസിനെ ഉള്ളിലേക്ക് ഏറ്റുവിടും. എന്നിട്ട് അവരൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ വോട്ടിംഗ് സിസ്റ്റം എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ഗസ്റ്റ് ആയിട്ട് 3 വീക്ക്, അല്ലെങ്കിൽ വോട്ടിംഗ് സിസ്റ്റം ഫുൾ ഉണ്ടാവും, ഫിനാലെ വരെ പോവുകയും ചെയ്യും, അങ്ങനെയും കൊണ്ടുവരും. പക്ഷേ ദ സ്പൈസസ് ലൈക്ക് രാഖി സാവന്ത് and all of that. Yeah, and also Rakhi Sawant is more like dramatic version. And also people like full game മനസ്സിലാക്കി ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ ഇവിടെ 5 സീസൺ നടന്നതിൽ ഒരുപാട് നല്ല സീസണുകൾ വരികയും ചെയ്തില്ല. പലതും അവിടെ ഇവിടെ ഫ്ലോപ്പ് ആയി പോവുക തന്നെ ചെയ്തു. ഒരാളുടെ പേര് പറ, റിയാസ് സലീമിനോളം എത്തൂല എന്നാണ് പറയണ ആരും. നെവർ. എനിക്ക് തോന്നുന്നു ഗെയിം വളരെ പ്രോപ്പർ ആയിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ സാബുമോനാണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഹി വുഡ് ബി റെഡി ടു കം, which I don't know. സോ അതുകൊണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞു, അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ ഇപ്പൊ പേഴ്സണാലിറ്റി വൈസ് ഐ ലവ് രഞ്ജനി ഹരിദാസ്. അത് ഗെയിം ആലോചിച്ച് വരണ്ട. ഇഫ് രഞ്ജനി ഇസ് ജസ്റ്റ് കമ്മിങ് ആൻഡ് സീയിങ് ഓൾ ദോസ് ഷിറ്റ് കാണുകയാണെങ്കിൽ പൊട്ടിക്കോളും. രഞ്ജനി ഹരിദാസ്, രഞ്ജനി ഹരിദാസ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലെ ഡിസ്കഷൻ നമ്മൾ എൻഡ് ചെയ്യണം. Did you enjoy that beat? Did you find it so sick? Do you think you'd want more, that you come stick around? Well, we've got so much more. Awesome content is in store. Want to be notified? Hit that button on the bottom right.